കാരണം ഹിന്ദുവിന് മയിൽ വിളക്കിന്റെ ആവശ്യമില്ല, ഹിന്ദുവിന് നാരായമുള്ള വിളക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് അവിടെ നിന്ന് മാറ്റിക്കും. കാരണം ജാതിയും മതമൊന്നും പറയല്ല. ഈ മയിൽ വിളക്ക് എന്ന് നമ്മളുടെ നിയമാനുസൃതമുള്ള നിലത്തിരുന്ന് വിളങ്ങുന്ന നിലവിളക്കിന്റെ നാരായം കട്ട് ചെയ്ത് അതിന്റെ മേലിൽ മയിലിനെ വെച്ചോ, പലരും അതിന് മേലിൽ ചന്ദ്രക്കലയും കുരിശൊക്കെ വെച്ച് തുടങ്ങി. അല്ലെ, നമ്മുടെ പേറ്റന്റ് നമ്മൾ എടുക്കാത്തതിന്റെ ഒരു ദോഷമാണ്. ഹിന്ദു എന്ന ധർമ്മത്തെ നമ്മൾ മറക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ സാധാരണ കുറ്റം പറഞ്ഞിട്ടാണ് തുടങ്ങാറ്. ഇവിടെ നവാഹവേദിയിൽ വലിയ കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ അലങ്കാരം കഴിവതും പുഷ്പങ്ങളെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇപ്പൊ എളുപ്പ വഴിയിൽ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് ക്ഷേത്രത്തിൽ എന്ത് ചൈതന്യം തരുന്നു എന്നൊന്നും അറിയില്ല. പക്ഷെ സാധാരണ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ കാണുന്നത് കൂടുതലും പ്ലാസ്റ്റിക് കൊണ്ട് അലങ്കരിക്കുന്നതാണ്. ഇവിടെ എന്തായാലും തെങ്ങിന്റെ കുരുത്തോലയും അല്ലായെങ്കിൽ പുഷ്പങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചതായിട്ട് കാണുന്നു. അതൊക്കെ സന്തോഷം നൽകുന്നു. വളരെ ഉത്തമമായൊരു വേദി സന്തോഷം നൽകുന്നു. പിന്നെ മുട്ടക്കുളത്തമ്മ പുനരുദ്ധാരണത്തിന്റെ പാതയിലാണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ദേവിയെ പുനരുദ്ധരിക്കുക എന്നുള്ളത്. പക്ഷെ അതിനൊരു തെറ്റ് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ബാലാലയം തെറ്റാണ്, സ്ഥാനം തെറ്റിപ്പോയി. മൂലാലയ അദക്ഷിണ ഭാഗ സംസ്ഥം ബാലഗ്രഹം എന്നാണ്. മൂലാലയത്തിന്റെ അദക്ഷിണമാവാതെ ഈശാനത്തിൽ പടിഞ്ഞോട്ട് അഭിമുഖമായി ബാലാലയം പണിതാലേ ഉള്ളൂ പറയുന്ന സമയത്ത് ക്ഷേത്രപ്പണി തീർക്കാൻ പറ്റുള്ളൂ. അത് ക്ഷേത്ര നിയമമാണ്. അവിശ്വാസികൾക്ക് എന്തും പറയാം, പൈസ ഉണ്ട് തീരുമെന്ന് പറയാം, ഇല്ലെങ്കിൽ അവിടെ പലതും നടക്കുമെന്ന് പറയാം. പക്ഷെ സ്ഥാനം തെറ്റാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ. ക്ഷേത്രം എന്താണ്? ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ അല്ലേ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ 1% പോലും സ്ഥാനം തെറ്റിക്കൂടാ. അപ്പൊ സ്ഥാനത്തിന് എപ്പോ തെറ്റ് വരുന്നോ അപ്പൊ നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ട് ആ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാരണം ഞാനും ഇച്ചിരി അസുഖമൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ശബ്ദം കുറവാണ്. ഇവിടെ എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തിന്റെ പാതയിലാണ്. എല്ലാവരും നല്ല അരച്ച ചന്ദനമൊക്കെ നെറ്റിയിൽ തൊട്ട് നല്ല സിന്ദൂരമൊക്കെ തൊട്ടിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? സ്റ്റിക്കർ തൊട്ടുകൊണ്ട് ആരും ക്ഷേത്രത്തിൽ നവാഹത്തിന് വന്നിട്ടില്ല. അത് തന്നെയാണ് സന്തോഷമുള്ള കാര്യം. അതിനോട് പ്രത്യേകം സെക്രട്ടറി പറഞ്ഞു, ഞങ്ങളുടെ സ്ത്രീജനങ്ങളും ഞങ്ങളുടെ ഭക്തജനങ്ങളും ഒക്കെ നല്ല അറിവുള്ളവരാണ്. അവരുടെ ഒരു ചോദ്യം ചോദിച്ചാൽ 10 ആൻസർ തരുന്നവരാണ്. അതുകൊണ്ട് വിനീത് ഭട്ജി വളരെ ശ്രദ്ധിച്ച് വേണം മുട്ടക്കുളത്ത് അമ്മയുടെ ഭക്തരോട് സംസാരിക്കാൻ. എല്ലാ അറിവിന്റെ നിറകുടങ്ങളാണെന്ന് പറഞ്ഞാണ് എന്നെ സെക്രട്ടറിയും കമ്മിറ്റിക്കാരൊക്കെ വേദി കയറ്റിയത്. അങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ ശരിക്കും വന്നത്. സത്യമാണല്ലേ അത്? അല്ലേ? അറിവിന്റെ നിറകുടങ്ങളല്ലേ? ആണ്. അങ്ങനെ ആവണം. ഹിന്ദുവിന് അറിവില്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കും, അല്ലേ? നമുക്ക് മുട്ടക്കുളത്തമ്മയുടെ മുന്നിൽ പോയിട്ട് എത്ര പ്രദക്ഷിണം ചെയ്യണമെന്ന് നമുക്കറിയില്ല എങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും? ഇവിടെ ഏത് ഭഗവതിയാണ് ഇരിക്കുക? ഏത് ഭഗവതിയാണെന്ന് പറഞ്ഞേ. ഭദ്രകാളി ഉറപ്പാണോ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഭഗവതിക്ക് എത്ര പ്രദക്ഷിണം ചെയ്യാം? വിരലിലുണ്ടാവുന്ന എല്ലാ സംഖ്യയും പറഞ്ഞു. 1, 2, 3, 4 എന്നിട്ട് പറയും ഹിന്ദു എന്നാണ് പേര്. ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നതാണ്. പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല എത്ര പ്രദക്ഷിണം ചെയ്യാന്ന്. എത്ര പ്രദക്ഷിണം ചെയ്യാം ഭഗവതിക്ക്? കേട്ടില്ല. ഉറപ്പിക്ക്. എന്തെങ്കിലും ലേലം ഉറപ്പിക്കും പോലെ ഉറപ്പിക്ക്. 3 പൊതുവായിട്ട് വെക്കുന്നതല്ലേ. ഭഗവതിക്ക് 6 പ്രദക്ഷിണം. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, സുബ്രഹ്മണ്യനല്ലേ 6? സുബ്രഹ്മണ്യൻ 6 പ്രമാണം പറഞ്ഞിട്ടില്ല. ഭഗവതിക്ക് എത്ര പ്രദക്ഷിണ? 6 പ്രദക്ഷിണ. അത് മുട്ടക്കുളത്ത് പ്രഭാഷണം കേൾക്കാൻ വന്നാൽ മാത്രമേ ഇനി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗണപതിക്ക് എത്രയാ? പ്രദക്ഷിണത്തിൽ തന്നെ തുടങ്ങാം. ഗണപതിക്ക് എത്രയാ? കണക്ക് കൂട്ടിയ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് കുറെ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറയും പോലെയാണ്. ഗണപതിക്ക് എത്ര പ്രദക്ഷിണ? ഇവിടെ ദൈവമേ, സെക്രട്ടറി വെറുതെ പറഞ്ഞാണല്ലേ ഇവർ ഭയങ്കര അറിവുള്ളവരാണെന്ന്. എന്നാ പോട്ടെ, ശിവൻ എത്ര പ്രദക്ഷിണ? കാക്കക്കുട്ടി കല്ലിട്ട പോലെ വ്യക്തമായി. ഇതെല്ലാം പോട്ടെ, സുബ്രഹ്മണ്യൻ എത്ര പ്രദക്ഷിണ? അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു തരുന്നതാണ് നല്ലത്, കുറച്ച് വൃത്തിയായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കുംഭി വക്ത്രവും. കുംഭി ഗണപതി, വക്രൻ ഗണപതിക്ക് 1. നമ്മുടെ കുണ്ടലിനി ശക്തിയാണ് ഗണപതി എന്ന് വിളിക്കുക. മൂലാധാരത്തിൽ നിന്ന് ഉത്ഭവിച്ച് കൊടിയേറ്റ് കണ്ടിട്ടുണ്ടോ ക്ഷേത്രത്തില്?
കൊടിയേറ്റെന്ന് കണ്ടിട്ടുണ്ടോ? തൃക്കൊടിയേറ്റ്. അത് ഗണപതിയാണ്, കുണ്ടലിനി ശക്തിയാണ്. അപ്പൊ ഗണപതിക്ക് 1, സൂര്യന് 2, അല്ലെ? കുംഭീവക്ത്രോ രവോ. രവോ എന്ന് വെച്ചാൽ സൂര്യനാ. സൂര്യന് 2, കുംഭീവക്ത്രോ രവോ ഗംഗാധരോ. ഗംഗാധരൻ ആരാ? ശിവൻ. ശിവന് 3. വിഷ്ണുച്ച ശാസ്ത്രി. വിഷ്ണുവിനും ശാസ്താവിനും 4. ഷൺമുഖോ. ഷൺമുഖൻ എത്രയാ? 5. നിങ്ങൾക്ക് തെറ്റിപ്പോണ അവിടെ 6 മുഖമുള്ളതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി 6 പ്രദക്ഷിണം ചെയ്യും. ഷൺമുഖോ 5. സുംബസൂദിനി. സുംബസൂദിനി ആരാ? ഭഗവതി. ഭഗവതിക്ക് 6. വൃക്ഷരാജെ പ്രിയം വിധി. ഇവിടെ ഒരു വൃക്ഷം ഉണ്ടല്ലോ, എന്താണ്? ആൽവൃക്ഷം. അതിനെത്രയാ? 7. ഇങ്ങനെയാ പ്രദക്ഷിണ നിയമം. ഇതിനെ തെറ്റിച്ചാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ചോദ്യം ചെയ്യണം. ഹിന്ദു എപ്പോഴും സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്ത് ആ സംശയം നിവർത്തി വരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നവരാത്രി എത്ര ദിവസം? അതെന്തായാലും അറിയാം. സപ്താഹം 7 ദിവസം, അതറിയാം അല്ലേ? അപ്പൊ ഇനി പറയും ഭഗവതിക്ക് എത്ര പ്രദക്ഷിണം ചെയ്യാം? 6. ഉറപ്പാണല്ലോ, ഇനി മാറ്റില്ലല്ലോ. പക്ഷെ പൊതുവായിട്ട് ഏത് ക്ഷേത്രത്തിലും നമുക്ക് 3 പ്രദക്ഷിണം ചെയ്യാം കേട്ടോ. പക്ഷെ ഭഗവതിക്ക് 6, അരയാലിന് 7, സുബ്രഹ്മണ്യന് 5, വിഷ്ണുവിനും ശാസ്താവിനും 4. ഇതൊക്കെ പ്രമാണമുണ്ട്. ഈ പ്രമാണത്തെ, സംസ്കൃതത്തെ വിവർത്തനം ചെയ്യുമ്പോൾ പലരും തെറ്റിച്ച് പറയുന്നത് കൊണ്ടാണ് ഈ പ്രമാണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ സ്റ്റിക്കർ പൊട്ടിട്ടതല്ലേ പോവുക. ഐശ്വര്യ പൂജയൊക്കെ പോകുമ്പോൾ ആ സാരിക്ക് മാച്ചാവുന്ന രീതിയിൽ ഏറ്റവും വലിയ വട്ടപ്പൊട്ട്, എനിക്ക് ഈ ആജ്ഞാചക്രത്തിലൂടെ ഒരിക്കലും ഭഗവതിയുടെ ചൈതന്യം വേണ്ട എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സ്റ്റിക്കർ പൊട്ട് തൊട്ടിട്ടല്ലേ പോവുള്ളൂ അല്ലേ? ഇവിടെ ഇപ്പൊ സ്റ്റിക്കർ തൊട്ടിട്ടുള്ളവർ ധാരാളം. ക്ഷേത്രത്തിൽ പോകുമ്പോഴെങ്കിലും ആ സ്റ്റിക്കർ പൊട്ട് ഒഴിവാക്കിയിട്ട് പോവുക. കാരണം എന്താണ്? സ്ത്രീകൾക്ക് ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗത്തുകൂടെ ചൈതന്യം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരിക. ഇപ്പൊ പിന്നെ ഷർട്ടിന്റെ കാര്യം പറയാൻ പറ്റില്ല, വിവാദമായല്ലോ. ഷർട്ട് ധരിക്കണമെന്ന് കുറച്ച് ആചാര്യന്മാര്, ധരിക്കാൻ പാടില്ല എന്ന് കുറച്ച് ആചാര്യന്മാര്. അപ്പൊ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നമ്മൾ വീടിന് ഒരു അപേക്ഷ കൊടുക്കാൻ പോകുമ്പോ കയ്യിൽ കൊണ്ട് കൊടുത്ത് മടക്കി കുത്തി തലയെക്കെട്ട് കെട്ടിട്ട് പോവോ? ആരെങ്കിലും പോവോ? ഇല്ലല്ലോ. പിന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന മുട്ടക്കുളത്തമ്മയുടെ മുന്നിൽ 1 ഷർട്ട് ഊരി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു വെള്ള വസ്ത്രം കൊടുത്ത്, അല്ലെങ്കിൽ ഒരു കാഷായ വസ്ത്രം കൊടുത്ത്, ഒരു മേൽവസ്ത്രവും ഇല്ലാതെ വന്നിട്ട് പുരുഷന്മാര് ഈ മുട്ടക്കുളത്തമ്മയുടെ മുന്നിൽ ഈ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കാൻ പാടില്ല എന്ന് കമ്മിറ്റിക്കാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദർശനം നടത്തണോ, ചോദ്യം ചെയ്യാതെ ദർശനം നടത്തണോ? പഞ്ചായത്ത് മെമ്പറിന് അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ നല്ല വടിവത്ത വെള്ള വസ്ത്രവും നല്ല സ്പ്രേയും ഒക്കെ അടിച്ച് മിനുങ്ങി പോകുന്ന നമ്മള് ഈ പ്രകൃതിയെ തന്നെ സംരക്ഷിക്കുന്ന ഭഗവതിയെ കാണാൻ പോകാൻ ആ ക്ഷേത്രം അനുശാസിക്കുന്ന ഒരു വസ്ത്രവിധാനം നല്ലതല്ലേ? മാന്യമായ വസ്ത്രധാരണം എപ്പോഴും നല്ലതല്ലേ? അപ്പൊ നമുക്ക് ശുദ്ധി ഉണ്ടാകുവാനാണ് നമ്മുടെ പൂർവികർ 2 നേരം കുളിക്കുവാനും വിളക്ക് കത്തിക്കുവാനും ക്ഷേത്രത്തിൽ പോകുവാനും നല്ല വസ്ത്രം ധരിക്കുവാനും പറഞ്ഞത്. മാന്യതയിലെ ലക്ഷണമല്ലേ നല്ല വസ്ത്രം? ക്ഷേത്രത്തില് ജീൻസും ധരിച്ച് തൊപ്പിയിട്ട് ബനിയൻ, ഹാഫ് ബനിയനും ഒക്കെ ധരിച്ച് ഷൂ ഇട്ടിട്ട് വരുമോ? ഇല്ല. ഇത്രയുള്ള സോക്സ് ഇട്ട് ലേഡീസ് ഇവിടെയൊക്കെ കാണിക്കുന്ന വസ്ത്രവും ധരിച്ചിട്ട് ക്ഷേത്രത്തിൽ വരുമോ? ഇല്ല. അപ്പൊ ഏത് ഭാഗത്ത് പോകുമ്പോഴും അവിടുത്തെ അന്തരീക്ഷത്തിനോട് അനുകൂലിച്ചിട്ടുള്ള വസ്ത്രമല്ലേ ധരിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ എന്തിനാ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കണേ? ഹിന്ദുവിന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? എന്താണ്? പഴയ രാജതന്ത്ര. നമ്മളെ ഭിന്നിപ്പിച്ചാൽ മാത്രമേ ഇവിടെ രാജാവിന് ഭരിക്കാൻ പറ്റുള്ളൂ. ഹിന്ദുവിനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു സിസ്റ്റം ഉണ്ട്. ശബരിമല ഇന്നലെ പുതിയ വിവാദം ഉണ്ടാകാൻ പോവുകയാണ്. 80,000 പേർക്ക് ഓൺലൈനിൽ ദർശനം. പാവപ്പെട്ട ഫോണില്ലാത്ത എത്ര ഭക്തർ ഇവിടുന്ന് ശബരിമലയിൽ പോകുന്നുണ്ട്? അവർക്ക് ഓൺലൈൻ അറിയാൻ പറ്റുമോ? അവർ 41 ദിവസം വ്രതം എടുത്ത് കെട്ടും മുറുക്കി നല്ലൊരു ദിവസം നോക്കിയാണ് പോകുന്നത് അല്ലേ? അവിടെ ഓൺലൈൻ 80,000 പേരെന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. അപ്പൊ ഹിന്ദുവിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരസ്പരം ഭിന്നിപ്പിച്ചിട്ട് ഹിന്ദുവിനെ ഭിന്നിപ്പിച്ച് നിർത്തി ഭരിക്കും. സത്യസന്ധമായി പറഞ്ഞാൽ ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാല് ഇവിടെ ക്ഷേത്രങ്ങളും ക്ഷേത്ര ഭരണീയരും ഒക്കെ കുറവായിരിക്കും. പകരം മോസ്കുകളും മറ്റ് പെരുകും. ക്ഷേത്രങ്ങൾ കുറയും, ക്ഷേത്ര കമ്മിറ്റി കുറയും, ക്ഷേത്രത്തിൽ ഭരിക്കുന്നവർ കുറയും. ഞാൻ ആദ്യം ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും പറയും ഭരണസമിതി എന്നുള്ള പേര് മാറ്റണമെന്ന് പറയും.
എവിടെ ചെന്നാലും പറയും. ഇവിടെ അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഇല്ലാന്ന് തോന്നണല്ലേ? എന്തോ ഇവിടെ വെച്ചിട്ടില്ല, ഭരണസമിതിയിൽ നിന്നില്ല. അതൊരു ഭാഗ്യമായി. കാരണം ഈശ്വരനെ ഭരിക്കുവാൻ മനുഷ്യന് പറ്റുമോ? ഇല്ല. ഈശ്വരനെ സേവിക്കാനല്ലേ പറ്റുള്ളൂ. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിൽ നിന്നും ഭരണസമിതി എന്ന പദം എടുത്തു കളഞ്ഞാൽ അഹങ്കാരം കുറയും. എന്നിട്ട് ക്ഷേത്ര സേവന സമിതി, ക്ഷേത്ര കമ്മിറ്റി എന്നൊക്കെ ആക്കണം, അല്ലേ? അതല്ലേ ആദ്യം വേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ അഹങ്കാരം മാറുള്ളൂ. നമ്മൾ ഭരണസമിതി പ്രസിഡന്റ്, ഭരണസമിതി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് സ്വന്തം വീട്ടിൽ അമ്പലാണെന്ന് ധരിക്കും. ഞാൻ ഭരിക്കുന്നയാളാണ്, ഞാൻ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ദാമോദരൻ അവിടെ നിന്നാ മതി, ആദ്യം എന്റെ കുടുംബം തൊഴട്ടെ, ഇതൊക്കെ ആവും ഭരിക്കാൻ തുടങ്ങിയാൽ, അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണ്ടേ? അപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രഭാഷണ രീതി ഞാൻ പറയാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എണീറ്റ് എന്നിട്ട് എന്നോട് ചോദിക്കാം, ഞാൻ മറുപടി പറയും. വളരെ ചുരുങ്ങിയ സമയമേ തന്നിട്ടുള്ളൂ, 1 മണിക്കൂറിന്റെ തന്നിട്ടുള്ളൂ. ആ 1 മണിക്കൂറിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അതിൽ ആ 1 മണിക്കൂർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പഠിച്ചൊരു കാര്യം ഭഗവതിക്ക് 6 പ്രദക്ഷിണം ചെയ്യണമെന്നാണ്. അപ്പോൾ എങ്ങനെ പ്രദക്ഷിണം ചെയ്യാം? ഒരു ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ പ്രദക്ഷിണം ചെയ്യാം? അമ്മ തന്നെ പറയും എങ്ങനെയാ പ്രദക്ഷിണം ചെയ്യുക. ഒരു ക്ഷേത്രത്തിൽ പോയാൽ അമ്മ സാധാരണ എങ്ങനെയാ പ്രദക്ഷിണം ചെയ്യുക? ഒരു ക്ഷേത്രത്തിൽ പോയാൽ നേരെ അങ്ങ് പോകുന്നു, ഒന്ന് ദേവിയെ തൊഴുന്നു. ഒന്ന് അല്ല, ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും? അല്ല, അമ്മ എങ്ങനെയാ അമ്മ പ്രദക്ഷിണം ചെയ്യുക? വരുന്നു, ജസ്റ്റ് ദേവിയെ തൊഴുന്നു, ഒരു 3 or 6 പ്രദക്ഷിണം വെച്ച് പ്രസാദം വാങ്ങി തിരിച്ചു പോകുന്നു, അങ്ങനെയല്ലേ ചെയ്യുക? അത് ക്ഷേത്ര നിയമമാണ്, ദർശന നിയമമാണ്. ഞാൻ ചോദിച്ചത് ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഒരു ഹിന്ദു ഭക്തയോ പ്രദക്ഷിണം ചെയ്യേണ്ടത്? ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടോ എല്ലാവരും? പോയിട്ടുണ്ടോ? പോയിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ ഗുരുവായൂരിന്ന്? എന്നാ ഒന്ന് കൈവക്കിക്ക്, ഉറക്കം പോട്ടെ. ഗുരുവായൂർ പോയിട്ടുള്ളവർ കൈവക്കാനാ പറഞ്ഞത്. ഗുരുവായൂര് സ്ത്രീകൾ ഇങ്ങനെ അടിവെച്ചടിവെച്ച് പോകുന്ന കണ്ടിട്ടുണ്ടോ? അതെന്തിനാണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഞാൻ കുറെ വർഷമായിട്ട് കാണുന്നു, എന്റെ സംശയമാണ്. അമ്മയും കുറെ വർഷമായിട്ട് കാണുന്നതാണ്, അമ്മയുടെ സംശയമായിരിക്കും, അല്ലെ? എന്തിനാണ് ഗുരുവായൂര് അല്ലെങ്കിൽ ചോറ്റാനിക്കര അതുപോലുള്ള ക്ഷേത്രങ്ങൾ ഇങ്ങനെ അടിവെച്ചടിവെച്ച് നടക്കുന്നത്? അമ്മയ്ക്ക് ഇന്നും സംശയമല്ലേ? എന്തിനാണെന്ന് അറിയില്ലല്ലോ. അത് ആർക്കെങ്കിലും ആൻസർ തരാൻ പറ്റുമെങ്കിൽ ഒന്ന് ആ മൈക്കം കൊടുത്തു. എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള ക്ഷേത്രത്തിൽ അടിവെച്ചടിവെച്ച് നടക്കുന്നത്? മിനിമം ഒരു 10 പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുള്ളവരാണ് ഇവിടെയുള്ള പലരും, അല്ലേ? അല്ല, അതൊരു ചോദ്യമാണ്. ഇതിന് ആൻസർ അറിയില്ലെങ്കിൽ നമ്മൾ വളർന്നിട്ടില്ല ഹിന്ദുക്കള്. ഞാനൊരു സ്ത്രീയോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം. അപ്പൊ അവര് പറഞ്ഞു സ്ത്രീകൾക്ക് ശയന പ്രദക്ഷിണം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അടിയളന്ന് പ്രദക്ഷിണം ചെയ്യണമെന്ന് പറഞ്ഞു. നേരാണോ? നിങ്ങളുടെ അറിവ് അങ്ങനെയാണോ? രാവിലെ ഒന്നും കഴിച്ചില്ല, ഇഡ്ഡലി ഉണ്ടായിരുന്നു, സാമ്പാറും ഉണ്ടായിരുന്നു എന്നാണല്ലോ കമ്മിറ്റിക്കാർ പറഞ്ഞത് എല്ലാവർക്കും. അതുകൊണ്ട് ഒരു ആരോഗ്യമില്ല. ഒന്ന് പറയൂ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടിവെച്ചടിവെച്ച് സ്ത്രീകൾ നടക്കുന്നതിന്റെ കാരണം എന്താണ്? ഞങ്ങൾ ഗുരുവായൂർ പോകും, കണ്ണനെ കാണും, അവർക്ക് വേറെ പണിയൊന്നുമില്ലാതെ നടക്കുന്നു, ഞങ്ങൾ തിരക്കേണ്ട കാര്യമില്ല. ആ മനോഭാവമാണോ നമ്മുടെ എല്ലാവരുടെയും? അല്ല. എന്നാ അതാണ് പ്രദക്ഷിണം. അവിടെ സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണം ഇല്ലാത്തത് കൊണ്ട് അടിവെച്ച് പ്രദക്ഷിണം ചെയ്യല്ല. അങ്ങനെ അടിവെക്കാനോ അടി അളക്കാനോ സമയം കാണുള്ളൂ. 1, 2, 3 ഇങ്ങനെ അളന്ന് തിരിച്ച് 140 അടി ഉണ്ടായിരുന്നു. ഭഗവാനെ പ്രാർത്ഥിക്കാൻ മറന്നു. അടി അളന്ന് പ്രദക്ഷിണം എന്ന് പറഞ്ഞാല് എന്താണ് സംഭവം? പദാനുകർത്തം നിയമം പറയുന്നത് പാദത്തിന്മേൽ പാദം വെച്ചിട്ട് പാദാൽ പാദാന്തരം ഗത്വ കരോ ചലനവർജിത ഹൃദയ സ്തോത്രം ധ്യാനം ഏവം കുര്യാൽ പ്രദർശനം. ഞാൻ പ്രമാണം മറന്നുപോയി. പാദത്തിന്മേൽ പാദം വെച്ച് പങ്കജമുട്ടിന്റെ ആകൃതിയിൽ ഹൃദയത്തിൽ കൈകൾ കൂപ്പി ഏത് ദേവനാണോ വലത്തിരിക്കുന്നത് ആ ദേവന് വലത്ത് വയ്ക്കലല്ലേ നിയമം. അപ്പൊ എന്താണിത്? പാദത്തിന്മേൽ പാദം വെക്കണം. അടിവെച്ച് പങ്കജമുട്ടിന്റെ ആകൃതിയിൽ കൈകൾ ഹൃദയത്തിൽ കൂപ്പി ഏത് ദേവനാണോ നമുക്ക് വലതുവശത്തിരിക്കുന്നത്
ആ ദേവന് പ്രദക്ഷിണം ചെയ്യുന്ന നിയമം മണ്ടന്മാരായ നമ്മൾ മറന്നു പോകാതിരിക്കാൻ നമ്മുടെ പൂർവികരെ ആവിഷ്കരിച്ചു വെച്ചിട്ടുള്ളതാണ് ഗുരുവായൂര്. യഥാർത്ഥ പ്രദക്ഷിണം അങ്ങനെ പാടുള്ളൂ. അത് മുട്ടക്കുളത്തായാലും നമ്മുടെ ഇവിടുത്തെ ഏറ്റുമാനൂർ ക്ഷേത്രമായാലും ഇവിടുത്തെ ഭഗവതി ക്ഷേത്രമായാലും ഓച്ചിറയായാലും ഏത് ക്ഷേത്രമായാലും പ്രദക്ഷിണ നിയമം പറയുന്നത് പദാലും അങ്ങനെ പ്രമാണം വിട്ടു. അതുകൊണ്ടാണ് ക്ഷേത്ര നിയമം പറയുന്നത് പാദത്തിന്മേൽ പാദം വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നാണ്. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ നിറഞ്ഞു തുളുമ്പുന്ന എണ്ണക്കുടം തലയിൽ വെച്ച് അതിനെ ബാലൻസ് ചെയ്ത് ഒരു കൈ അരയിൽ കുത്തി എത്ര പതുക്കെയാണോ നടക്കുക അത്ര പതുക്കെയായിരിക്കണം പ്രദക്ഷിണം. നമ്മളെന്താ ചെയ്യണത്? ബസ് വരാൻ സമയമാകുന്നതിന് 5 മിനിറ്റ് മുമ്പ് അമ്പലത്തിലെത്തും, നേരെ ഒരു അർച്ചനയുടെ റെസിപ്റ്റ് എഴുതും, ഒരു 10 രൂപ അവിടെ പൂജാരി കൊടുത്തിട്ട് നടത്തിക്കും, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓട്ടാണ്. അവിടെ മനസ്സിൽ ഭഗവതി ഇല്ല, പകരം 4 മണിക്ക് വരുന്ന പത്മാബസ അല്ലേ? ഭക്തി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ സമയം എടുത്തു പോയി തൊഴേണ്ട സ്ഥലമാണ്. അവിടുന്ന് കിട്ടുന്ന നല്ല ഊർജം നമ്മുടെ ശരീരത്തെ സ്വീകരിച്ച് നമ്മളുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ മക്കൾക്കും ഭർത്താവിനും ഒക്കെ കൊടുക്കണ്ടേ ആ എനർജി? അല്ല, ഇവിടെ ഏത് ദേവി എന്ന് പറഞ്ഞ്? ഭദ്രകാളി. എന്താണ് ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? ഭർത്താവിന് ദേഷ്യം വരുമ്പോ ഇടക്കടി ഭദ്രകാളി എന്നൊക്കെ വിളിക്കും. അപ്പൊ നമുക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞാൽ പറയും ചേട്ടൻ 2 പ്രാവശ്യം കൂടെ വിളിച്ചോളാൻ പറയാം പേര്. ഭദ്രം കലയിതി ഭദ്രകാളി, ഭദ്രമായ കലാവിശേഷത്തോട് കൂടിയവളെ ഭദ്രകാളി എന്ന് വിളിക്കുന്നു. 64 കലകളുടെ അധിപതിയാണ് ഭഗവതി ഭദ്രകാളി. നല്ലൊരു വാക്ക. ഭദ്രം എന്ന് വെച്ചാൽ ശ്രേഷ്ഠമെന്ന. ഭദ്രമായ കലയുടെ ആധിപത്യമുള്ളവൾ, അതാണ് ഭദ്രകാളി. ഇനി ഭർത്താവ് ഭദ്രകാളി എന്ന് വിളിച്ച ചേട്ടൻ ഒന്നുകൂടെ വിളിച്ചു എന്ന് പറയും, ഒരു സന്തോഷം തോന്നില്ലേ? അല്ലേ? തിരിച്ച് അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രമായ കലാവിശേഷത്തോടു കൂടിയുള്ള ആ ഭദ്രകാളിയാണ് മുട്ടക്കുളത്തമ്മയായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒരു ട്രാൻസ്ഫോമർ പോലെ ഇരിക്കുകയാണ് ഭൂമിയിൽ. പ്രകൃതിയിലുള്ള മുഴുവൻ എനർജികളെയും ആഗിരണം ചെയ്ത് അതിന് ആവശ്യത്തിന് ഓരോ ഭക്തനും വിട്ടുതരുന്ന ട്രാൻസ്ഫോമറാണ് ഇവിടെ ഇരിക്കുന്ന മുട്ടക്കുളത്തമ്മ. ആ ട്രാൻസ്ഫോമർ ന്യൂട്രൽ ഫേസ് ഒക്കെ തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് കൊടുക്കുന്ന താന്ത്രിക വിധാനമാണ് ഇവിടുത്തെ തന്ത്ര ചെയ്യുന്നത്. അതിനെ നിത്യം പരിപോഷിപ്പിച്ചു കൊണ്ടുപോകുന്ന ലൈൻമാന്റെ ധർമ്മമാണ് ഇവിടുത്തെ മേൽശാന്തി ചെയ്യുന്നത്. അപ്പൊ അച്ഛനും ഗുരുവും വളർത്തമ്മയും വളർത്തച്ഛനും അമ്മയും ഒക്കെയാണ് ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളിലെ ഓരോ വിഭാഗക്കാരും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മുറ്റം അടിച്ചു തെളിക്കാൻ വരുന്ന, നിത്യം അടിച്ചു തെളിക്കാൻ വരുന്ന ഒരാൾ കാണും. അവർക്കൊന്നും ഒരു വാല്യം കൊടുക്കാറില്ല. അവര് കൃത്യമായി വന്ന് ആ ചെറിയ തുകയ്ക്കാണെങ്കിലും ആ ക്ഷേത്രമുറ്റം അടിച്ച് വൃത്തിയാക്കി ഇടുന്നതുകൊണ്ടാണ് നമുക്ക് വൃത്തിയോടുകൂടി ആ ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് ആ കർമ്മം അവരിലേക്ക് നിക്ഷിപ്തമായത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ്. നമ്മുടെ മനസ്സിൽ അവർ വരും മുറ്റമടിക്കുന്ന സ്ത്രീയായി മാത്രം കാണും, അല്ലേ? എന്നിട്ട് ഏറ്റവും കൂടുതൽ ദക്ഷിണ തന്ത്രിക്കും കൊടുക്കും. ആദ്യം കൊടുക്കേണ്ടത് ശരിക്കും ആ മുറ്റമടിക്കുന്ന അമ്മയ്ക്കാ. കാരണം ആ ക്ഷേത്രഭൂമി അത്ര വൃത്തിയായി കാണുന്നതും കിടക്കുന്നതും ആ അമ്മ കാരണമാണ്. പിന്നെ അവിടെ കഴകം ചെയ്യുന്നയാൾ പാത്രം കഴുകി തുടച്ച് കണ്ണാടി പോലെ ആക്കി ദേവനേദ്യ എടുക്കാനും ഒക്കെ പരിചരിക്കുന്നവർക്ക്, അവരെയൊക്കെയല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഞാനും അദ്ദേഹം അടങ്ങുന്ന തന്ത്രി സമൂഹത്തേക്ക് നിങ്ങൾ 2ാമത് നോക്കിയാൽ മതി. ആ താഴേത്തട്ടിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ ശ്രമിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ വൃത്തിഹീനമായ അവസ്ഥയിൽ പലതും കാണേണ്ടി വരിക, അല്ലേ? നിലവിളക്കിൽ എത്ര തിരിയിട്ട് ദീപം തെളിക്കാമെന്നാണ് പഠിച്ചിട്ടുള്ളത്? 5 നല്ലൊരു സംഖ്യയാണ്. പിന്നെ അത് കുറെ തിരിയിടുന്നതിനാണോ പ്രാധാന്യം, അതോ ആ ദീപത്തിനാണോ പ്രാധാന്യം? ദീപത്തിനാണല്ലേ? അപ്പൊ ഇവിടെയുള്ളവർക്ക് കാര്യങ്ങൾ അറിയാം, അല്ലേ? ശരിക്കും നിലവിളക്കില് 2 തിരിയിടാം. 2 തിരി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 10 തിരി കൂട്ടിയിട്ടാലും ഒറ്റ ദീപമാണെങ്കിൽ അത് ഒരു ദീപമായിട്ട് കൂട്ടുള്ളൂ. ഇപ്പൊ കണ്ടോ കിഴക്കും പടിഞ്ഞാറും, അവിടെ 100 തിരിയിട്ടാലും 2 ദീപമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ 2 ദീപമാവാം, 5 ദീപമാവാം, 7 ദീപമാവാം. ബാക്കിയൊക്കെ വർജ്യാണ്. ഏകതിരി ദാരിദ്ര്യ ദ്വാതിരി തന്നെ എന്നാ പറയണത്. ഏകവർത്തിൻ മഹാവ്യാധി, ദിവർത്തിൻ മഹാദിതി, പഞ്ചവർത്തിസ്തു ഭദ്രം സ്വാദ് പറയണത്. അപ്പൊ 2, 5, 7 ദീപമുണ്ടാകണം ഒരു വിളക്കിൽ. അപ്പൊ ഏതെണ്ണ ഒഴിച്ച് കത്തിക്കാം?
നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ആദ്യം കത്തിക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞ് പാം ഓയിലിനെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എല്ലാവരും കൂടെ പറ്റിച്ചതാ. നമ്മളിപ്പോൾ വിളക്കെണ്ണയുടെ പുറകെയാണ്. വിളക്കെണ്ണ എന്ന് പറഞ്ഞാൽ മൃഗക്കൊഴുപ്പാണ്. ഏറ്റവും മോശം എണ്ണ ഒഴിച്ചിട്ടാണ് ഇപ്പൊ ക്ഷേത്രത്തിൽ വരെ വിളക്ക് കത്തിക്കുന്നത്. നല്ല എണ്ണ, നല്ല തില്ലെന്ന് പറഞ്ഞ എള്ള്, നല്ല എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കാം. പക്ഷെ കമ്മിറ്റിക്കാർ പറയും എള്ളെണ്ണയ്ക്ക് 600 മറ്റേ ഓയിലിന് 200 ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് കാണിക്കണം ഈ ഭരണസമിതി ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ മൃഗക്കൊഴുപ്പ് ഒഴിച്ച് കത്തിക്കുള്ളൂ ഇവര് തീരുമാനിച്ചാൽ അകത്തിരിക്കുന്ന പൂജാരിയെ നിങ്ങൾ RCCയിൽ വന്ന് കാണേണ്ടി വരും. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മേൽശാന്തിമാര് RCCയിൽ ട്രീറ്റ്മെന്റിലാണ്. കാരണം എന്താണ്? മൃഗക്കൊഴുപ്പാകുന്ന ഏറ്റവും മോശമായ എണ്ണയാണ് ശ്രീകോവിനുള്ളിൽ കത്തുന്നത്. പൂജാരിക്ക് അത് ശ്വസിച്ചിട്ടില്ലാത്ത അസുഖങ്ങളില്ല. അപ്പൊ നിങ്ങൾ തീരുമാനിക്കണം ക്ഷേത്രങ്ങളിൽ നല്ല ശുദ്ധമായ എണ്ണ കത്തണമെന്നുള്ളത്, അല്ലേ? ശുദ്ധിയല്ലേ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിരാവിലെ ഉണർന്ന് കുളിക്കുന്ന എത്ര പേരുണ്ട്? രാവിലെ ഉണർന്ന് കുളിച്ചിട്ട് മാത്രം അടുക്കളയിൽ കയറുന്ന എത്ര പേരുണ്ട്? എന്താ, മുട്ടക്കുളത്തുകാർ അത്യാവശ്യം കുളിക്കാനൊക്കെ കഴിവുള്ളവരാ. ശരിക്കും പറഞ്ഞാല് രാവിലെ ഉണർന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? എന്താണ്? പ്രാർത്ഥനയും പൂജയും കരം കാണലൊക്കെ അവിടെ നിന്നോട്ടെ. ഒരു ഗൃഹസ്ഥ ആദ്യം ചെയ്യേണ്ടത് ആദ്യമേ ഉണർന്നു കഴിഞ്ഞപ്പോൾ കുളിക്കുക എന്നുള്ളതാ. കുളിച്ചിട്ട് മാത്രമേ അടുക്കളയിൽ കയറി തീ പിടിപ്പിക്കാവൂ, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? എന്ത് പറ്റും? ഒരു മനുഷ്യ ശരീരം ഏകദേശം 6-7 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് അശുദ്ധിയായി വളരെ മോശം അവസ്ഥയാവും. നമ്മൾ നടക്കയിരിക്കാൻ കിടക്കുകയൊക്കെ ചെയ്യും. കിടന്നുറങ്ങുന്ന നമ്മുടെ ബോഡി ഭൂമിയായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വിയർത്ത് വളരെ മലിനമായ അവസ്ഥയിലാണ് നമ്മൾ ഉണരുക. ആ ഉണരുമ്പോ തന്നെ നേരെ കോർട്ടുവായി വിട്ട് ഒരു പാത്രവും കഴുകി നേരെ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് അതിന്റെ കീഴിൽ ഒരു അഗ്നിയും ജ്വലിപ്പിച്ച് അതിനകത്തോട്ട് പച്ചവെള്ളം ഒഴിച്ച് ഒരു സ്പൂണും പിടിച്ച് ബെഡ് കോഫി ഇങ്ങനെ ഉണ്ടാക്കുമ്പോ എന്താ സംഭവിക്കുക? ഈ 8-9 മണിക്കൂർ കിടന്നുറങ്ങിയ മുഴുവൻ മലിനമായ ഊർജ്ജമാണ് ബെഡ് കോഫി ആയിട്ട് ഇങ്ങനെ പഠിക്കാൻ പോണ കുട്ടിക്കും ഭർത്താവിനും കൊടുക്കാൻ തയ്യാറാക്കുന്നത്, അല്ലേ? ഏറ്റവും മലിനമായതാണ് നമ്മൾ രാവിലെ ബെഡ് കോഫി എന്നും പറഞ്ഞ് ഭർത്താവിനും മക്കൾക്കും കൊടുക്കണം. ഏറ്റവും വലിയ വിഷം കൊടുക്കണം അവർക്ക്. നിങ്ങൾ 1 മാസം കുളിച്ചിട്ട് അടുക്കളയിൽ കയറുക, 1 മാസം കുളിക്കാതെ അടുക്കളയിൽ കയറുക. എന്നിട്ട് ആ 2 സമയത്തുമുള്ള നിങ്ങളുടെ ആരോഗ്യസ്ഥിതി, വീട്ടിലെ ഐശ്വര്യവും ഐക്യതയും ഒന്ന് തിരിച്ചറിയുക. അപ്പൊ നിങ്ങൾ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുള്ളൂ. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലോട്ട് ഒരു മരുമോള് കയറി വന്നാൽ അമ്മായിയമ്മ പിറ്റേ ദിവസം പറയും, മോളെ ഇവിടെ ഒരു ചിട്ടയുണ്ട്, കുളിച്ചിട്ടേ അടുക്കളയിൽ കയറാവൂ. അപ്പൊ നമ്മൾ വിചാരിച്ച അമ്മായിയമ്മ പോരാണെന്ന്. അത് അമ്മായിയമ്മ പോരല്ല. എന്റെ തലമുറകൾക്ക് ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാവണമെന്ന് ആ വീട്ടിലെ അമ്മ നിശ്ചയിച്ചു. കാരണം കുളിച്ചിട്ട് അടുക്കളയിൽ കയറുമ്പോൾ ഏറ്റവും ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അല്ലെ? കുളിച്ചിട്ടല്ലേ കയറി എല്ലാരും, അല്ലേ? ഒന്ന് കൈ പൊക്കുവോ കുളിച്ചിട്ട് കയറുന്നവര്? ഇപ്പൊ കൈ കൂടി. ഏറ്റവും ശുദ്ധിയാണ് കുളിക്കുക. നമ്മുടെ പൂർവികര് രാവിലെ വൈകിട്ട് വിളക്ക് കത്തിക്കാൻ പറഞ്ഞാൽ നമുക്ക് ശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ശുദ്ധിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കേട്ടോ. അതൊക്കെ ഒന്ന് തിരിച്ചറിയണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ പ്ലാസ്റ്റിക് ആണ് കാണുക, ഇവിടെ എന്തായാലും പുഷ്പമാണ് കണ്ടത്. നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഈ തെങ്ങിന്റെ കുരുന്നോല കൊണ്ട് അലങ്കരിക്കാറുണ്ട്. എന്തിനാണത് അറിയാവോ? അതിന്റെ എന്തെങ്കിലും സയൻസ് അറിയാവോ? തെങ്ങിന്റെ കുരുന്നോല കൊണ്ട് എന്തിനാണ് അലങ്കരിക്കുക എന്നുള്ളത്? ഞാൻ പറയുന്നത് ഇയാൾ എന്തോ പറയുന്നു, ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ല എന്ന് തോന്നലുണ്ടോ? അപ്പൊ എന്തിനാണ് തെങ്ങിന്റെ കുരുന്നോല കൊണ്ട് ക്ഷേത്രത്തെ അലങ്കരിക്കുന്നത്? എന്തിനാണ് മരിച്ച വീട്ടിൽ പട്ടട മുതൽ, അല്ല മരിച്ച ശവശരീരം കിടത്തിയിരിക്കുന്ന ഭാഗം മുതൽ പട്ടട വരെ തെങ്ങിന്റെ കുരുത്തോലയും മാവും കൊണ്ട് അലങ്കരിക്കുന്നത്? എന്തെങ്കിലും ആൻസർ പോരാ, സയൻസ് വേണം. നമ്മുടെ പൂർവികര് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സയൻസ് ഇല്ലാതെ ചിട്ടപ്പെടുത്തിയിട്ടില്ല. രാവിലെ കുളിക്കുന്നതിന് സയൻസ് ഉണ്ട്. രാവിലെ കുളിക്കുന്ന കണ്ടിട്ടുണ്ടോ അപ്പൂപ്പന്മാരൊക്കെ? ആദ്യം തുകർത്തുന്ന എവിടെയാ തുകർത്തുന്നത്? എവിടെയാ? അതിനൊരു കാരണവും പറയും. എന്താണ്? മുതുകിൽ മൂതേവ് വന്നിരിക്കും, അല്ലേ? ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ബിംബ അഭിഷേകം ചെയ്താൽ പൂജാരി തുകർത്തുന്നതും ബിംബത്തിന്റെ പിൻഭാഗമാണ്. എന്തുകൊണ്ടാണത്? മനുഷ്യ ശരീരത്തിൽ വെള്ളം പിടിക്കുന്നത് തലച്ചോറല്ല, നട്ടല്ല ആദ്യം ജലം പിടിക്കുന്നത്. ജലത്തെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യുന്നത് നട്ടല്ലാണ്. അത് തിരിച്ചറിഞ്ഞ പൂർവികർ സയൻസ് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പകരം ഭക്തിയിൽ പറഞ്ഞു മുതുകത്ത് മൂദേവി ഇരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ കുളത്തിൽ കുളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യം അവരാ തുകർത്തുകൊണ്ട് മുതുക ഇങ്ങനെ തുകർത്തി അതിനുശേഷമാണ് ശിരസും മുഖമൊക്കെ തുകർത്തുക.
അപ്പൊ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന എന്തെങ്കിലും മോശമുണ്ടോ? ഇല്ല, സയൻസാണ്. നട്ടലിന് ജലം പിടിച്ചാൽ നട്ടലിന് തകരാറുണ്ടാവും, അല്ലാതെ പനി വരുമെന്നല്ല പറയേണ്ടത്. ആദ്യം മുതുക് തന്നെയാണ് തുകർത്തേണ്ടത്. അതുകൊണ്ട് റിസർച്ചിന്റെ ഭാഗമാണ്. നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ലേ, കിടന്നുറങ്ങരുത് ഇരുന്നുണ്ണരുതെന്ന് പറഞ്ഞിട്ടില്ലേ, കേട്ടിട്ടില്ലേ? കിടന്നുറങ്ങരുത് ഇരുന്ന് ഉണ്ണരുത്. അപ്പൊ നമ്മൾ പറയും കിടക്കാതെ അങ്ങനെ ഉറങ്ങും, ഇരിക്കാതെ അങ്ങനെ ഉണ്ണെന്ന് ചോദിക്കില്ലേ? അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ചത്. കിടന്നുറങ്ങരുതെന്ന് പറഞ്ഞാൽ ഉറക്കം വരാതെ 7 മണിയായി എന്നാ പിന്നെ കിടന്നേക്കാം എന്ന് പറഞ്ഞ് നേരെ കട്ടിലെ പോയി ഒരു 10 മണി വരെ ആലോചിച്ച് ഉറക്കത്തെ വിളിച്ചു വരുത്തി ക്ഷീണിച്ചുറങ്ങാൻ പാടില്ല. ഉറക്കം വരുമ്പോൾ മാത്രമേ പോയി കിടക്കാവൂ. അതാണ് കിടന്നുറങ്ങരുത് എന്ന് പറയുന്നത്. കിടന്നിട്ട് ഉറക്കത്തെ വിളിച്ച് വരുമ്പോൾ സ്ട്രെയിനാണ്, BP ഉണ്ടാവും. ഭക്ഷണം ഇരുന്നുണ്ണരുത്. എന്താണ് ഇരുന്നുണ്ണരുത് എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ പോയി കൈയൊക്കെ കഴുകിയിരുന്നു, പിന്നെ വീട്ടിൽ നിന്ന് ഭാര്യ പതുക്കെ ഒരു ഗ്ലാസ് കൊണ്ടുവച്ചു, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു, ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, 4ാമത്തെ മിനിറ്റിൽ ചോറ് കൊണ്ടുവന്നു, പിന്നെ കറക്കി ഒരു 10 മിനിറ്റ് വൈകിയാൽ പുള്ളി ആ പ്ലേറ്റ് എടുത്ത് നിങ്ങളുടെ തലക്കെട്ടടിക്കും. ഉറപ്പാണ്. ഒരു മനുഷ്യന് ഏറ്റവും ക്ഷമ കെട്ടിരിക്കുന്നത് ഭക്ഷണത്തിന്റെ മുന്നിലാണ്. കൃത്യമായ അടുക്കോടുകൂടി വിളമ്പി കൊടുത്തില്ല എങ്കിൽ അപ്പൊ ദേഷ്യം വരും അല്ലേ? ഇത് പറയുമ്പോൾ എന്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ധാരണ. നിങ്ങളുടെ വീട്ടിലൊന്നും ഇതില്ലല്ലോ അല്ലേ? ആർക്കും ദേഷ്യമില്ലാത്തവരാണ്. ഭക്ഷണം കൃത്യമായിട്ട് എന്റെ ഭർത്താവ് 1/2 മണിക്കൂർ ലേറ്റായാലും കഴിച്ചിട്ട് പോകും. അങ്ങനെ മനോഭാവം ഉണ്ടോ? ഇല്ല. ഭക്ഷണത്തിന്റെ മുന്നിൽ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇരുന്നുണ്ണരുത് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ അതിഥിയാണേലും വിളിച്ചിരുത്താവൂ. അവരെ ഇരുത്തി ക്ഷമ നിർത്തി ഭക്ഷണം കൊടുക്കരുത്. അപ്പൊ പൂർവികര് പറഞ്ഞ വാക്ക് കറക്റ്റല്ലേ? അല്ലേ? അപ്പൊ ഇതെല്ലാം പൂർവിക വാക്യങ്ങളെല്ലാം നമുക്ക് പ്രയോജനം നൽകുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ മുട്ടക്കുളത്തമ്മയുടെ പുനരുദ്ധാരണം ഗംഭീരാക്കണം. അമ്മ ഇങ്ങനെ ബാലാലയത്തില് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നത് നല്ലതല്ല, ഈ നാടിന് പോലും നല്ലതല്ല. ഞാൻ വരുമ്പോ അറിഞ്ഞൊരു കാര്യം, ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം പുതിയതായിട്ട് ആക്റ്റീവായിട്ട് അമ്മയുടെ പുനരുദ്ധാരണത്തിന് ഇറങ്ങി എന്നുള്ള. ചെറുപ്പക്കാർ വളരെ കുറവാണ് ഇപ്പൊ ക്ഷേത്രകാര്യങ്ങൾക്ക് ഇറങ്ങുന്നത്. ഇവിടെ ചെറുപ്പക്കാര് ആക്റ്റീവായിട്ട് ഇറങ്ങിയെന്നാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞത്. അപ്പൊ എന്നെ സ്വീകരിക്കാൻ വന്നതെല്ലാം 30കാരാ. അല്ല, അവർക്ക് സന്തോഷമായിട്ട് 55 വയസ്സുള്ളവരോ വന്നത്, എന്നാലും അവരെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കാം. എന്നെ സ്വീകരിക്കാൻ വന്നത് 30-35 വയസ്സുള്ളവരാണെന്ന്. എനിക്കും 10-26 വയസ്സേ ആയുള്ളൂ, 10-20 വർഷം മുമ്പ്. അല്ല, പ്രായം കുറച്ച് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പ്രായം കുറയുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണെന്ന് അറിയാമോ? ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുക, കുളിക്കുക, അടുക്കളയിൽ കയറുക, ഭക്ഷണം പാകം ചെയ്യുക, നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അല്ലെ? കുട്ടികളുടെയൊക്കെ പിറന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? ആ ജന്മസുദിനത്തിൽ ആ കുട്ടിയെ അതിരാവിലെ കുളിപ്പിച്ച് ഒന്ന് ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോയി അമ്മൂമ്മയുടെ കൈ പിടിച്ച് ആ കുട്ടി ചെല്ലുമ്പോൾ അമ്മൂമ്മ പറയും, മോനെ ഇതാണ് ക്ഷേത്രം, ഇവിടെ ഇരിക്കുന്നത് മുട്ടത്ര ഭഗവതിയാണ്, ഭഗവതി ഭദ്രകാളിയാണ്, പൂർവ്വകാലത്ത് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നാണ് എന്നൊക്കെയുള്ള ഇവിടുത്തെ ചരിത്രമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കും. രാജാവാണ് പണി കഴിപ്പിച്ചത്, ഇവിടെ ശ്രീചക്രം പ്രധാന പ്രതിഷ്ഠയായിട്ടുണ്ട്. അല്ലേ? ഇല്ലേ? എനിക്കറിയില്ല, ഞാനങ്ങനെ കേട്ടു. ശ്രീചക്ര പ്രതിഷ്ഠ ഉണ്ട്, അത് രാജാവിനാൽ പ്രതിഷ്ഠ കഴിപ്പിച്ച ക്ഷേത്രമാണ്. പണ്ടിവിടെ ഇരവിവർമ്മൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. മാവേലിക്കര കൊട്ടാരമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ കഥകൾ പറഞ്ഞിട്ടാണ് അമ്മ കൊച്ചിനായിട്ട് വരിക. പോകുന്ന വഴി കാണുന്നവരെയൊക്കെ നമസ്തേ, സുഖാണോ, ഇതൊക്കെ പറയും. പക്ഷേ നമ്മുടെ പുതുതലമുറ എന്താ ചെയ്യുക? തലേദിവസം രാത്രി 12 മണിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ കൂട്ടുകാരന്റെ വീട്ടിൽ പോവും. മാക്സിമം MDMA, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ എല്ലാം അടിച്ച് ബോധമില്ലാണ്ട് പിറ്റേ ദിവസം വീട്ടിൽ ഉച്ചയ്ക്ക് കയറി വരും. എന്നിട്ട് അച്ഛൻ ചോദ്യം ചെയ്താൽ അച്ഛനെ തല്ലും, കണ്ടു നിൽക്കുന്ന അമ്മയും തല്ലും. ഇത് ഹിന്ദുക്കളിൽ കൂടുതലാണ്. കാരണം എന്താണെന്നറിയാമോ? കടല് പോലെ അറിവാകുന്ന ഹിന്ദുശാസ്ത്രം നമുക്കുണ്ടായിട്ട് നമ്മുടെ ശാസ്ത്രത്തെ വെറും അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് തള്ളിപ്പറഞ്ഞിട്ട് മറ്റുള്ള മതവിഭാഗക്കാരെയും മറ്റുള്ളവരെയും നമ്മൾ കോപ്പി ചെയ്യാൻ പോകും. ഞാൻ റഷ്യൻ പാർലമെന്റിൽ നിന്ന് അവാർഡ് വാങ്ങാൻ 2017 പോകുമ്പോൾ എനിക്കുണ്ടായ ഒരു അത്ഭുതം പറയാം. ആ അവാർഡ് വാങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവർ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞ് ചടങ്ങ് വെച്ചു. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 20ഓളം പേര് ചേർന്നിട്ട് പുരുഷ സൂക്തം ചൊല്ലി. റഷ്യൻസ് ആണെന്ന് ഓർക്കണം. അക്ഷരശുദ്ധിയോടുകൂടി ഓത്ത് സമ്പ്രദായത്തിൽ പുരുഷ സൂക്തം, സഹസ്രശീർഷ പുരുഷ സഹസ്രാത് സഹസ്രപാദം എന്ന് പറയുന്ന പുരുഷ സൂക്തം റഷ്യൻ പാർലമെന്റിൽ ചൊല്ലിയപ്പോൾ അത് ചൊവ്വേ നേരെ ചൊല്ലാൻ അറിയാത്ത ഹിന്ദുവായ പുരോഹിതനായ എനിക്ക് നാണക്കേട് തോന്നി.
എത്ര പേർക്കറിയാം പുരുഷ സൂക്തം? നമുക്കതറിയില്ല. റഷ്യൻ പാർലമെന്റിൽ വ്ളാഡിമിർ പുടിൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് മോദിജി വരുന്നതിന് മുന്നേ വരെ അറിയപ്പെട്ടിരുന്ന വ്ളാഡിമിർ പുടിൻ സാറിന്റെ പാർലമെന്റിൽ ഏതൊരു അവാർഡ് ഫംഗ്ഷൻ നടന്നാലും ആദ്യം പുരുഷ സൂക്തം ചൊല്ലിയിട്ടാണ് അവിടെ അവാർഡ് സെറമണി നടത്തുന്നത് എന്നുള്ളത് നേരിട്ട് അനുഭവിച്ചു. കാരണം ഞാൻ 2017 അവാർഡ് വാങ്ങിച്ച ആളാണ് റഷ്യൻ പാർലമെന്റിൽ നിന്ന്. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായപ്പോൾ എനിക്ക് നാണക്കേട് തോന്നിയത് ഒന്നേ ഉള്ളൂ. ഇവര് ചൊല്ലുന്നത് പോലെ അക്ഷരശുദ്ധിയോടുകൂടി അർത്ഥമറിഞ്ഞ് ഓത്ത് സമ്പ്രദായത്തിൽ ഇത്രയും വലിയ ആചാര്യനെന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് പോലും അറിയില്ലല്ലോ ഭഗവാനെ എന്ന് അവിടെ നിന്ന് വിളിച്ചിട്ട് അവിടെ തിരിച്ചു വന്ന് കുത്തിയിരുന്ന് കാണാതെ പഠിച്ചു. അതുവരെ അക്ഷരത്തിട്ടുണ്ടായിരുന്നു. കുത്തിരുന്ന് കാണാതെ പഠിച്ചു. കാരണം നാണക്കേടായിപ്പോ. ഞാൻ കോഴിക്കോട് ഒരു ക്ഷേത്രത്തിൽ പകരം പോകുമ്പോൾ സഹസ്രനാമാർച്ചന, എൻ്റെ 18ാമത്തെ വയസ്സിലെ കാര്യം പറയണം. സഹസ്രനാമാർച്ചന ഒരമ്മ വന്ന് എഴുതിച്ചു. എൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പൊട്ടാത്ത, നമ്മൾ പറയാറില്ലേ കടിച്ചാ പൊട്ടാത്ത വാക്ക്, ഇങ്ങനെ ശ്രീമാത ശ്രീമഹാര ഇങ്ങനെ തുടങ്ങിയപ്പോൾ വെളിയിൽ നിന്നിട്ട് അമ്മ പറഞ്ഞു, ഉണ്ണിയെ അമ്മയെ മനസ്സിലിട്ട് പ്രാർത്ഥിച്ച് അർച്ചിച്ചോളൂ, അമ്മ വെളിയിൽ നിന്ന് സഹസ്രനാമം ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഇവൻ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ ഉള്ള ഐശ്വര്യം കൂടെ പോകുമെന്ന് മനസ്സിലായി. ആ അമ്മ വെളിയിൽ നിന്ന് ഇങ്ങനെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതജ്ഞകുണ്ട സംഭൂത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല കാണാതങ്ങ് ചൊല്ലി ഞാൻ എൻ്റെ ഭഗവതി എനിക്കതറിയില്ലെന്നും പറഞ്ഞ് ഞാൻ അർച്ചന ചെയ്തിട്ട് പ്രസാദം കൊടുത്തു. ആ ക്ഷേത്രത്തിൽ ഞാൻ 7 ദിവസം ഉണ്ടായിരുന്നു. 7 ദിവസം കൊണ്ട് അവിടെ കുത്തിയിരുന്ന് ഞാൻ ലളിതാ സഹസ്രനാമം പഠിച്ചിട്ടാണ് വന്നത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാൻ പാടില്ല എന്നും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം അറിയണമെന്ന ആഗ്രഹം ഉണ്ടായാൽ നമുക്ക് എവിടെ വേണേലും എത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു ഭാരതത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ക്ഷേത്രം പ്രതിഷ്ഠിച്ച തന്ത്രി ഞാനാണ്. 94 ക്ഷേത്രം പ്രതിഷ്ഠിച്ചു. 44 വയസ്സാവുന്നു. എൻ്റെ 18ാമത്തെ വയസ്സിൽ സത്യാനന്ദ സരസ്വതി എന്ന് കേട്ടിട്ടുണ്ടോ? ചെങ്കോട്ടുകോണം സ്വാമിജി. അദ്ദേഹം പറഞ്ഞതൊക്കെയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. അന്ന് അദ്ദേഹത്തെ ആരും മൈൻഡ് ഇല്ല. ഈ ദീർഘവീക്ഷണമുള്ള സന്യാസിമാര് പറയാനുള്ളത് പറയും, അവധൂതന്മാര്. സന്യാസി അദ്ദേഹം പാഞ്ചാലിമേട് ദേവസ്ഥാന ക്ഷേത്രയോഗം, പാഞ്ചാലിമേട് എന്ന് കേട്ടിട്ടുണ്ടോ? പാഞ്ചാലിമേട് ഇടുക്കി ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഇന്ന് മകരവിളക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ഭക്തർ പോകുന്ന സ്ഥലമാണ്. ആ ക്ഷേത്രത്തിലെ ആദ്യത്തെ തന്ത്രി ഞാനാ 18ാമത്തെ വയസ്സിൽ. ആരാണ് ചെയ്തതെന്നറിയോ? സത്യാനന്ദ സരസ്വതി സ്വാമി വന്നിട്ട് പറഞ്ഞു, എന്താ നക്ഷത്രം? രോഹിണി. എന്താ പേര്? വിനീത്. സുദർശന മന്ത്രം അറിയാവോ? പറഞ്ഞു കൊടുത്തു. വിഷ്ണുവിന്റെ മന്ത്രം അറിയാവോ? പറഞ്ഞു കൊടുത്തു. അന്ന് ഇദ്ദേഹം മതി ഇവിടെ ബാലാലയം നടത്താനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ക്ഷേത്രത്തിലെ വെറും പകരം പൂജാരിയെ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞു. തൻ്റെ കഴിവ് തനിയെ ഉണ്ടായിക്കോളും, താൻ പ്രതിഷ്ഠിച്ചാൽ മതി. അങ്ങനെ പാഞ്ചാലിമേടിലാണ് ഞാൻ ആദ്യമായി ബാലാലയ പ്രതിഷ്ഠ നടത്തുന്നത് 99. ആ സ്വാമിയുടെ ദീർഘവിഷ്ണു എന്ന് ആലോചിക്കൂ. ഒരു സാധാരണ പൂജാരിയായിരുന്ന ഞാനിന്ന് 94 ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാമി അത് 99 ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടു ഇവൻ എന്തെങ്കിലും ആകുമെന്ന്. എന്തെങ്കിലുമൊക്കെ ആയി. ചെറിയ ജ്യോതിഷനായി, കേരളത്തിന്റെ വെളിയിലൊക്കെ അറിയപ്പെടുന്ന ജ്യോതിഷനായി. ധാരാളം ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോകാറുണ്ട്. ധാരാളം ക്ഷേത്രങ്ങളെ, ക്ഷയിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങളെ എന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. ഇതുപോലെ ഭക്തജന കൂട്ടായ്മകളിൽ സംസാരിക്കാൻ പോകാറുണ്ട്. അതിനൊക്കെ ഭാഗ്യം തന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകലിവന്റെ അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനല്ലാതെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിപ്പോയി ആ ദിവസം മുതൽ. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം ആദ്യമായി തന്ന ധൈര്യമാണ് ഇപ്പൊ 94ാമത്തെ പ്രതിഷ്ഠയും കഴിഞ്ഞത്. ഇനിയിപ്പോ ഈ വർഷം പ്രതിഷ്ഠയുണ്ട്. ബാംഗ്ലൂര് യശ്വന്തപുര അയ്യപ്പ ക്ഷേത്രം 40 വർഷമായിട്ട് ക്ഷേത്രം പുനരുദ്ധരിക്കാൻ പറ്റാതെ കിടന്നതാണ്. ഞാൻ 3 വർഷമായുള്ള ചാർജ് എടുത്തിട്ട് ഇപ്പൊ ഏകദേശം 4-5 കോടി രൂപയുടെ ചുറ്റമ്പലത്തോടു കൂടി ധ്വജത്തോടുകൂടി, ധ്വജം ഞങ്ങൾ പാലായിൽ നിന്നാണ് വെട്ടിയത്, തേക്ക് വെട്ടിയത്. അവിടെ എണ്ണത്തോണിയിൽ കിടക്കുകയാണ്. അതിന്റെ പണി കഴിഞ്ഞാൽ ഈ വർഷം ഏപ്രിലിൽ പ്രതിഷ്ഠയുണ്ട്. അത് 95ാമത്തെ ക്ഷേത്രമാണ്. ധാരാളം മഹാക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞ് ഞാനത്ര കഴിവുണ്ടായിട്ടല്ല. ചിലപ്പോൾ എൻ്റെ കൂടെ വരുന്ന സഹപ്രവർത്തകർ അറിവുള്ളവരായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്കത് പറ്റുക. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് അറിഞ്ഞു പിടിച്ചാൽ നമ്മുടെ മുട്ടത്തറമ്മേനെ അധികം ബാലാലയത്തിൽ ഇരുത്താതെ വരുന്ന വർഷം പ്രതിഷ്ഠിക്കണ്ടേ? നമുക്ക് അടുത്ത വർഷം പ്രതിഷ്ഠിക്കണ്ടേ? 2025 അല്ലേ? നമുക്ക് എത്ര വർഷത്തെ കഴിയാറായി? കണ്ട 7 വർഷം കഴിഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞതാ കാരണം.
മുട്ടത്രയമ്മയൊക്കെ ഉയരാൻ വേണ്ടിയ ഈ ഭൂമിക്ക് തന്നെ ഒരു പ്രത്യേക മാഗ്നറ്റിക് പവർ ഉണ്ട്. മുട്ടക്കുളം അല്ലേ? അപ്പൊ മുട്ടക്കുളത്തമ്മയൊക്കെ ഉയരാൻ അധികം താമസം വേണ്ട. കാരണം ഈ ഭൂമിക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ട്. കാരണം എന്നെ ഇവിടെ വിളിച്ചത് എൻ്റെ വളരെ ആത്മബന്ധമുള്ള ഷിബു സാറാണ്. അപ്പൊ അദ്ദേഹം എന്നെ 2 വർഷമായിട്ട് പറയുന്നു ഈ ക്ഷേത്രത്തിൽ വരണമെന്ന്. ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാമെന്ന് പറയുന്നത് ഒരു നവരാത്രിക്കാണ്. അല്ല, നവരാത്രിയുടെ ഒരു കാര്യം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഷിബു സാറിനോട് പറഞ്ഞു ഞാൻ വരാം എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകനോട്, എറണാകുളത്തുള്ള ആളോട് പറഞ്ഞു ഞാനിങ്ങനെ മുട്ടക്കുളം എന്ന് പറയുന്ന കായംകുളത്തിനടുത്ത് ഇങ്ങനെ നവരാത്രിയുടെ സമയത്ത് 6-ാം തീയതി പ്രഭാഷണത്തിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു അധ്യാപകൻ. അദ്ദേഹം പറഞ്ഞു, അയ്യോ മുട്ടക്കുളത്ത് ഞാൻ പറക്കി എഴുന്നള്ളിപ്പിന് പോയിട്ടുണ്ട് പണ്ട്, അതുകൊണ്ട് എനിക്ക് മുട്ടക്കുളത്ത് അമ്മയെ വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പോ ദേവി ഞാനിവിടെ ഉണ്ട്, ഞാൻ അത്ര നിസ്സാരക്കാരിയല്ല എന്ന് ഹൈദരാബാദിൽ ഇരിക്കുന്ന എന്നെ എറണാകുളത്തിരിക്കുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിക്കുക. ആ വ്യക്തി ഇന്നിവിടെ വന്നിട്ടുണ്ട് എറണാകുളത്ത്. ഈ മുട്ടക്കുളത്തമ്മയ്ക്ക് ഒരു സമയത്ത് നമ്മുടെ ജ്യോതിസദ്യത്തിന്റെ കൂടെ പറയെടുക്കാനൊക്കെ പോയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ദേവി ഇങ്ങനെ കണക്ട് ചെയ്തത് എൻ്റെ ചൈതന്യം ഇവിടെ പൂർണ്ണമാണ്, പക്ഷെ എനിക്ക് ചില പരിമിതികളുണ്ട്, ആ പരിമിതികൾ കഴിഞ്ഞാൽ ഞാൻ ആക്റ്റീവ് ആയിക്കോളാം അല്ലേ? ഇപ്പൊ വിനീത് ഭട്ട് എന്ന വ്യക്തിയുണ്ട്, പക്ഷെ എനിക്ക് പനിയും ജലദോഷവും ഡെങ്കു ഫീവറും ഒക്കെ ഒന്ന് ഞാൻ ഇരിപ്പാണെങ്കിൽ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുമോ? ഇത് അവസ്ഥയാണ് മുട്ടക്കുളത്തമ്മയുടെ. അമ്മ നേരെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഉത്തമമായ ശ്രീലകത്തിലേക്ക് ഈ ബാലാലയ അവസ്ഥയിൽ നിന്ന് മാറ്റണം എത്രയും പെട്ടെന്ന്. അങ്ങനെ മാറ്റിയാൽ മാത്രമേ ഈ നാട് ഉയരുള്ളൂ. മുട്ടക്കുളത്തമ്മ എപ്പോൾ ശ്രീലകത്ത് കയറിയിരിക്കുന്നോ ആ സമയം മുതൽ ഈ ഏരിയയുടെ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു നാട്ടിലൊരു ക്ഷേത്രം നശിച്ചാൽ ആ നാട് നശിക്കും. ഒരു ക്ഷേത്രം ഉയർന്നാൽ ആ നാടിന്റെ ഉയർച്ച ഒന്ന് വേറെ തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ, ഞാനൊക്കെ ഒരു 2000-ല് ഐശ്വര്യ പൂജ നടത്താൻ പോയിട്ടുള്ള ക്ഷേത്രമാണ് മണികെട്ട് എന്ന ക്ഷേത്രം. ഇപ്പൊ മണികെട്ട് ക്ഷേത്രം ഉണ്ടല്ലോ അല്ലെ, എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്നറിയോ, നമുക്കിപ്പോ വണ്ടിയൊക്കെ പിടിച്ച് 10 പേരുമായിട്ട് കുറ്റമൊക്കെ പറഞ്ഞ് കുറച്ച് ദൂരെ പോയി പ്രാർത്ഥിച്ചാലേ ഭക്തി വരുള്ളൂ അല്ലേ? മുറ്റത്തുള്ള മുട്ടക്കുളത്തമ്മയുടെ സന്നിധിയിൽ പോവില്ല, പകരം മണികെട്ട് ക്ഷേത്രത്തിൽ പോവും, ചോറ്റാനിക്കരയിൽ പോവും, മൂകാംബിയിൽ പോവും. പക്ഷേ ഞാൻ പഠിച്ച ശാസ്ത്രം ഒന്ന് പറയുന്നു. എന്ത് പറയുന്നു? നമുക്കിവിടെ നാട്ടിലൊരു വേലിത്തർക്കൊണ്ട് നേരെ സുപ്രീം കോടതിയിൽ ആരെങ്കിലും പോകുമോ? ഇല്ലല്ലോ. ആദ്യം പറ്റുമെങ്കിൽ പഞ്ചായത്ത് മെമ്പറിനോട് പറയും, ഇല്ലെങ്കിൽ മാക്സിമം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ പോകും. അവിടെയും പറ്റിയില്ലെങ്കിൽ ജില്ലാ കോടതിയിൽ പോകും. അവിടെയും പറ്റിയില്ലെങ്കിൽ ഹൈക്കോടതി പോകും. അവസാനമല്ലേ സുപ്രീം കോടതിയിൽ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് നേരെ വണ്ടിയും മേടിച്ച് ആറ്റുകാലും ചോറ്റാനിക്കരയൊക്കെ പോകുമ്പോൾ അവിടുന്ന് അവർ പറയുന്നൊരു കാര്യമുണ്ട്. ആറ്റുകാലമ്മ മുട്ടക്കുളത്ത് അവിടെ ഒരു മജിസ്ട്രേറ്റ് ഇരിക്കില്ല, ആദ്യം അവൾ പരിഹരിക്കുമെന്ന് നോക്കട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പരിഹരിക്കാമെന്ന് പറയും. ഈ സയൻസ് തിരിച്ചറിയാതെയാണ് നമ്മൾ പലരും ഇന്ന് ജീവിക്കുന്നത്. ഇതൊരു സയൻസാണ്. മുറ്റത്തുള്ള ദേവതയെ നോക്കാതെ, മുറ്റത്തുള്ള ദേവതയെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഉയർച്ചയില്ല. അച്ഛനെ കാണാൻ ഭംഗിയില്ല, കൃഷിക്കാരനാണ്. പക്ഷെ അച്ഛൻ്റെ അനുജൻ ഗൾഫിൽ പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി മുട്ടക്കുളത്ത് 2 നില വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരെ നിന്നെങ്കിലും പറയും മറ്റേ കായ്പുറത്ത് കുട്ടപ്പന്റെ മോളാണ് ഞാനെന്ന് പറയും. കാരണം അറിയപ്പെടുന്ന ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അനിയനാണ്. അച്ഛൻ ദിവാകരൻ, പാവത്തിനെ അറിയില്ല, കാരണം കൃഷിക്കാരനാണ്. നാട്ടുകാരുടെ മുന്നിൽ സ്വന്തം അച്ഛനെ വെച്ച് ഒരു പൊങ്ങച്ചം കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഹിന്ദു പോയി. ഇത് തന്നെയാണ് ക്ഷേത്ര ദർശനത്തിന്റെ കാര്യത്തിലും. ഇവിടെ ബാലാലയത്തിൽ ഇരിക്കുന്ന കൊണ്ട് ക്ഷേത്രത്തെ കാണാനൊന്നും ഒരു ഭംഗിയില്ല, എന്നാൽ പിന്നെ ചോറ്റാനിക്കരെ പോയേക്കാന്ന നമ്മുടെ ധാരണ അല്ലേ? ആ ധാരണ മാറ്റണം. മുറ്റത്തുള്ള ക്ഷേത്രത്തെ ഉയർത്തണം കേട്ടോ. ഇവിടെ നടക്കുന്ന നവാഹല്ലേ, നവാഹത്തിന് എല്ലാവരും ദേവീ ഭാഗവതമൊക്കെ കൊണ്ടാണോ വരിക അല്ലേ? എല്ലാരും കൊണ്ടുവന്ന് നമ്മുടെ പ്രിയ ഗുരുനാഥൻ ചൊല്ലുന്നതിനോടൊപ്പം ചൊല്ലാനൊക്കെ ശ്രമിക്കാറില്ലേ? ഇതിന്റെ അർത്ഥമൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ? ക്ഷേത്രത്തിൽ വരുമ്പോൾ തീർത്ഥമൊക്കെ വാങ്ങാറുണ്ടോ? എങ്ങനെയാ വാങ്ങുക? അതൊന്ന് പറഞ്ഞേ. അത് അടിസ്ഥാനമാണ്. പ്ലേ സ്കൂളിൽ പഠിക്കുന്നത് പോലെയാണ്. എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ പോയ തീർത്ഥം വാങ്ങുന്നത്? അത് കാണിച്ചു തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്? ഇങ്ങനെ കയ്യിലിട്ടും തീർത്ഥം വാങ്ങും, ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് കുടിക്കും, ബാക്കി പുറകെ നിൽക്കുന്ന ആളുടെ തലയിലൊഴിക്കും. ഇതാണോ നിയമം? പിന്നെ ഒരു നിയമമില്ല, അത് പറ. ഇത് മുന്നേ ഇരിക്കണമെന്ന് പറയാം. മുന്നേ വന്നിരുന്നതിന് നിങ്ങൾ തന്നെ പറ, ആദ്യം പറ. ക്ഷേത്രത്തിൽ പോകും പറഞ്ഞില്ല, അമ്മ പുറകിരുന്ന് പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോവും, ഇങ്ങനെ മേടിക്കും. തീർത്ഥത്തിന് ഭാരം കൂടുതലായതുകൊണ്ടാണോ ഒരു കൈ കൊണ്ട് താങ്ങണത്? അല്ല, കാരണം വേണേ എന്ന് ഞാൻ തന്നെ പറയാം. അതാ നല്ലത്. ഈ വിരലിന് എന്താ പ്രത്യേകത?
ഇത് ചൂണ്ടി ഞാൻ സംസാരിച്ച് ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഇതാണ് സത്യം, ഇതേ ചെയ്യാവൂ, ഇങ്ങനെ വേണം, ദേവി ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെടുവോ? സ്വന്തം അച്ഛൻ എനിക്ക് നാളെ ഫീസ് തരണം, ഇങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെടുവോ? ഇപ്പൊ ഈ വിരലിന് എന്തോ ഒരു കുഴപ്പമില്ലേ? ഉണ്ട്. എന്താണിത്? ചൂണ്ടുവിരലാണ്. കുറച്ച് ആസുരീകമായ ചിന്തകൾ, ആസുരീക വാസനകൾ കൂടുതലുള്ള ഒരു സാധനമാണ്. അപ്പൊ ദേവപ്രസാദങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ ചൂണ്ടിയിരിക്കണ്ട. അതിന് പൂർവികർ പറഞ്ഞു, ഇതിനെ അഹങ്കാരം എന്ന് പറഞ്ഞു, ഇതിനെ ബ്രഹ്മം എന്ന് പറഞ്ഞു. അഹങ്കാരത്തെ ബ്രഹ്മത്തിന്റെ കീഴിലാക്കാൻ പറഞ്ഞു. എങ്ങനെ? അഹങ്കാരത്തെ ബ്രഹ്മത്തിന്റെ കീഴിലാക്കുക. വെറുതെ ഒന്ന് ചൂണ്ടുവിരല് തള്ളവിരലിലേക്ക് ഒന്ന് മുട്ടിച്ചേ. ഒരു സയൻസ് പറഞ്ഞു തരാനാ, കൃത്യമായിട്ട് ചെയ്താലേ ഫലം കിട്ടുള്ളൂ. മുട്ടിച്ചോ? ഇവിടെ ഒരു ഞരമ്പ് പൊങ്ങിയതുപോലെ തോന്നിയോ അങ്ങനെ മുട്ടിച്ചപ്പോ? ഞരമ്പ് അവിടെ പൊങ്ങിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതല്ലാണ്, ആ ഞരമ്പ് അവിടെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലേ? അതാ ഈ ഇങ്ങനെ അഹങ്കാരത്തെ ബ്രഹ്മത്തിന്റെ കീഴിലാക്കിയിട്ട് കൈക്കുമ്പിൾ ഇവിടെ ഇങ്ങനെ തീർത്ഥത്തെ വാങ്ങണം. വാങ്ങിയിട്ട് നാക്ക് മുട്ടുന്നത് കൊണ്ട് ചുണ്ടെച്ചിലാണ്. ഇനിയും ദേവപ്രസാദങ്ങൾ വാങ്ങാനുണ്ട്, ഭഗവാനെ തൊഴാനുണ്ട്, ആചാര്യന് ദക്ഷിണ കൊടുക്കാനുണ്ട്, ആരെങ്കിലും നമസ്കരിക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ വാങ്ങുന്ന തീർത്ഥം കൈക്കുമ്പിളിലൂടെ ഒഴിക്കണം. എന്നിട്ട് ബാലൻസ് എന്ത് ചെയ്യണം? പുറകെ ഇരിക്കുന്ന ആളുടെ അല്ല. സ്ത്രീകൾ മുടിയെല്ലാം കെട്ടിവെക്കുന്ന ഒരു സ്ഥലമുണ്ട്, ശിഖായേ വഷടെന്ന് പൂജാരിമാര് പറയും. ഇവിടെ ഞാൻ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ ആദ്യം ജലം പിടിക്കുന്ന നട്ടെല്ലാണെന്ന് പറഞ്ഞു അല്ലേ? ആ നട്ടലിന്റെ മുകൾ ഭാഗം സ്ത്രീകളെല്ലാം അവരുടെ 2-3 മീറ്റർ നീളമുള്ള മുടി കെട്ടിവെക്കുന്ന സ്ഥലം. പണ്ടായിരുന്നു 2-3 മീറ്റർ. ഇന്ന് അഴിച്ചിട്ടാൽ താഴെ വീഴുന്ന കേശഭാരാണ്. കാരണം വെപ്പുമുടിയാ ഇല്ല, നമ്മൾ കൃത്യമായിട്ട് കുളിക്കുന്നതിനൊക്കെ ചെയ്യണമുണ്ട്. അതുകൊണ്ട് ആ മുടി ഇങ്ങനെ കെട്ടിവെക്കുന്ന ആ ഭാഗത്ത് ബാലൻസ് വരുന്ന തീർത്ഥം തളിക്കണം. കാരണം എന്താണ്? ഈ തീർത്ഥം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? എന്താണ്? പൂജാരി എന്നെ ഓടിക്കും. കൊട്ടം, തക്കോലം, രാമച്ചം, ഇരുവേലി, അഖിൽ, ചന്ദനം, പച്ചില, പച്ചക്കർപ്പൂരം 8 കൂട്ടം ചേർന്നതാണ് കലശദ്രവ്യം അല്ലെങ്കിൽ തീർത്ഥം. ഈ സാധനമാണ് അകത്ത് ഈ പൊടിയിട്ടിട്ട് ആ ദേവനെ അഭിഷേകിച്ച ജലം, ആ ദേവചൈതന്യം, മാഗ്നറ്റിക് പവർ ആകുന്ന ദേവചൈതന്യത്തെ അഭിഷേകം ചെയ്ത ജലവും ഈ പുണ്യാഹവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഭക്തന് തീർത്ഥം കൊടുക്കേണ്ടത്. രാവിലെ വന്നിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി ഇങ്ങനെ കൈക്കുമ്പിളിൽ വാങ്ങി സേവിക്കുന്ന ഈ തീർത്ഥത്തിലുള്ള ആയുർവേദ ഔഷധ വീര്യം മുഴുവൻ നമ്മുടെ ശരീരത്തിലെത്തും. അതിനുശേഷം ശുദ്ധമായ ചന്ദനം, അരച്ച ചന്ദനം നെറ്റിയിൽ തൊടുമ്പോൾ നമുക്ക് നല്ല ചിന്ത ഉണ്ടാകുമെന്ന് പൂർവികർ റിസർച്ച് ചെയ്തതിന്റെ ഫലമാണ് തീർത്ഥത്തിൽ 8 കൂട്ടം ഇടണമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇന്ന് കമ്മിറ്റിക്കാർ മേടിച്ചു കൊടുത്തിട്ട് പോയാൽ മതി, ഞാൻ ലിസ്റ്റ് എഴുതി തരാം. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ ആയുർവേദ എനർജിയുള്ള തീർത്ഥം കുടിക്കണം, എന്നാലേ ആ ക്ഷേത്രത്തിൽ പിറ്റേ ദിവസം പോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കൈവച്ചിട്ട് ഈ കൈക്കുമ്പിളിൽ തീർത്ഥം വാങ്ങുമ്പോൾ ഈ 8 കൂട്ടം ഇട്ട കലശദ്രവ്യം ഇട്ട തീർത്ഥത്തിന്റെ ആയുർവേദിക് എനർജി ഈ പൊങ്ങി നിൽക്കുന്ന ഞരമ്പിലൂടെ ശിഖയിൽ വന്നിട്ട്, ശിഖ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ ഞരമ്പ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഇവിടെയാണ്. ഈ ഞരമ്പിൽ വന്നിട്ട് ഉദ്ദീപിപ്പിക്കും, നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കും. കുടിക്കുന്നതിന് മുമ്പേ ആ എനർജി നമ്മുടെ ബോഡിയിലെത്തും അല്ലെ? തലവേദന ഉണ്ടാകുമ്പോൾ ബാം പുരട്ടില്ലേ, ബലം കിട്ടില്ലേ? അപ്പൊ തന്നെ വേദന ഉണ്ടാകുമ്പോൾ വേദന സംഹാരി വരട്ടില്ലേ? വേദന ഇവിടെ ഉണ്ടെങ്കിലും വേദന അവിടെ വേദന ഉണ്ടെന്ന് അറിയിക്കുന്ന തലച്ചോറല്ലേ? ആ തലച്ചോറിന്റെ പ്രതിഭാസമല്ലേ നമ്മളെ വേദന ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്? എന്ന് പറഞ്ഞതുപോലെ ആയുർവേദിക് എനർജി ബാം പുരട്ടും പോലെയാണ്. കയ്യിൽ വന്ന് വീണുടനെ തന്നെ ആ തീർത്ഥത്തിന്റെ ആയുർവേദിക് എനർജി നമ്മുടെ ഞരമ്പുകളെ ഉദ്ദീപിപ്പിച്ച്, ഞാൻ ഈ തീർത്ഥം സേവിച്ചിട്ടുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ടാവും, നല്ല ചിന്ത ഉണ്ടാകും എന്നുള്ളൊരു സാധനം തന്നു കഴിഞ്ഞു. ബാലൻസ് ഉള്ള ശിഖയിൽ തളിച്ചാൽ കുറച്ചുകൂടെ എനർജിയായി. അതിനുശേഷം പൂജാരി തരുന്ന നല്ല അരച്ച ചന്ദനം വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഈ ചൂണ്ടുവിരൽ കൊണ്ടാണോ? അല്ലല്ലോ, മോതിരവിരൽ കൊണ്ട് ആ ചന്ദനത്തെ നെറ്റിയിൽ പരട്ടണം. നല്ല തണുപ്പാ ചന്ദനം, അരച്ച ചന്ദനം എന്ന് പറയുന്നത് നല്ല തണുപ്പാ. അത് നെറ്റിയിൽ പരട്ടി നല്ല ചിന്തയോടുകൂടി എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൂടെ നന്മ വരട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല അമ്പലത്തിൽ നിന്ന് പോണത്. ഇവിടെ വരുന്നതേ സരള എന്നോട് ഇന്നലെ അവൾ അങ്ങനെ പെരുമാറി, എൻ്റെ പുട്ടക്കുളത്തമ്മേ സരള, ശത്രു സംഹാരം. ഇതിനാണ് അമ്പലത്തിൽ വരുന്നത്. നിങ്ങൾ കൊണ്ടുപോയി 26 രൂപ കൊടുത്ത് രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ സരളേനെ കൊല്ലാൻ മുട്ടക്കുളത്തമ്മ കൊട്ടേഷനൊന്നും എടുത്തിരിക്കുന്ന ഗുണ്ടയൊന്നും അല്ല. അതാദ്യം തിരിച്ചറിയണം. ഒരു ക്ഷേത്രത്തിലെ ദേവതകളും
ശത്രു സംഹാരാർത്ഥം നിങ്ങൾ കൊണ്ട് 25 രൂപ കമ്മീഷൻ കൊടുത്താൽ അടുത്ത ആളെ തട്ടുന്ന മൂർത്തിയേ അല്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ഞാനെന്ന ഭാവത്തെയും അവൾ എന്റെ ശത്രുവാണെന്ന ഭാവത്തെയും സംഹരിക്കുവാനാണ് ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി. എന്തിനാണ്? ഞാൻ അവളുടെ ശത്രുവാണ്, അവൾ എന്റെ ശത്രുവാണെന്നുള്ള ഭാവത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം സംഹരിച്ചു കളയുവാനാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി. അങ്ങനെ തങ്കമ്മയമ്മ 20 പ്രാവശ്യമോ 15 പ്രാവശ്യമോ സരളക്കെതിരെ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്താൻ വരും. ഒരു 10 പ്രാവശ്യം കഴിയുമ്പോൾ നടന്നു പോകുമ്പോൾ സരള ചിരിച്ചതായിട്ട് തോന്നും. അപ്പൊ തങ്കമ്മ പറയും, ഏറ്റിട്ടുണ്ട്, അവൾ എന്നെ കണ്ട് ചിരിച്ചു. സത്യത്തിൽ ഈ സംഹാരം മനസ്സിൽ നിന്ന് പോയി തങ്കമ്മയാണ് ചിരിച്ചത് ആദ്യം. അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഇല്ലാണ്ട് വരുന്നതാണ് നമ്മുടെ പരാജയം, അല്ലെ? ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇഹ പര അനശ്വര എന്നാണ്. ഇപ്പോഴും എപ്പോഴും അനശ്വരമായത്, ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തത്. എന്താണത്? ഈശ്വരൻ സ്നേഹമാണ്. ആ സ്നേഹത്തെ ഒഴുക്കുന്ന സ്ഥലമല്ലേ ക്ഷേത്രം? ക്ഷേത്രത്തിനൊരു പേരില്ലേ? എന്താണ് മലയാളം പേര്? മലയാളം അല്ല, തമിഴാണ്. പക്ഷെ നമ്മൾ മലയാളമാണെന്നും പറഞ്ഞിരിക്കണേ. അമ്പലം ഇല്ലേ? എന്താണ് ഈ അമ്പലത്തിന്റെ അർത്ഥം? അതമ്മ പറയുന്നത്. എന്താണ് അമ്പലം? അല്ലെങ്കിൽ അവിടെ ഇരിക്കണം അമ്മ പറയണം, മൈക്ക് കൊണ്ട് കൊടുത്തിട്ട് വാങ്ങാത്ത അമ്മ. എന്താണ് അമ്പലം? ജനിച്ചിട്ട് മരിക്കുന്നത് വരെ ഉപയോഗിക്കാം. അമ്പലത്തിൽ പോയി. എന്താണ് അമ്പലം? അത് മലയാളം അല്ല, ഒരു തമിഴ് വാക്ക. അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അൻപ് ലായേതി ഇത് അൻപാലയം. അൻപ് ലായം ചെയ്യുന്ന സ്ഥലം അൻപാലയം. അൻപാലയം നമ്മൾ തിരുവനന്തപുരം പറഞ്ഞ് തിരുവനന്തപുരം ആക്കിയതുപോലെ, തൃശ്ശിവപേരൂർ പറഞ്ഞ് തൃശ്ശൂർ ആക്കിയതുപോലെ, ഋഷിനാഗക്കുളം പറഞ്ഞ് എറണാകുളം ആക്കിയതുപോലെ, അല്ലെ? തൃക്കാൽക്കര പറഞ്ഞ് എന്താണ് തൃക്കാക്കരയാക്കിയതുപോലെ, മൈസമ്മനൂർ പറഞ്ഞ് മൈസൂർ ആക്കിയതുപോലെ, അൻപാലയം പറഞ്ഞ് നമ്മൾ അമ്പലമാക്കിയതാ. അൻപലായേതി ഇത് അൻപാലയം. സ്നേഹത്തെ ഒഴുകുന്ന സ്ഥലം. ഈശ്വരൻ എന്ന് പറഞ്ഞ സ്നേഹമാണ്. ആ സ്നേഹത്തെ ഒഴുക്കുന്ന സ്ഥലം. ഈ ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്നേഹമാണ്. ഈശ്വരൻ അത് നമുക്ക് മനസ്സിലായില്ല. പകരം ഇംഗ്ലീഷുകാർ കൊണ്ടുപോയി ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് തന്നെ തന്നു. ഗോഡ് ഈസ് ലവ്. അപ്പൊ നമുക്ക് ബോധം ഉണ്ടായി. ദശാവതാരം എന്ന് പറയുന്ന മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങി കൽക്കി വരെയുള്ള 10 അവതാരം മനുഷ്യന്റെ പരിണാമ സിദ്ധാന്തമാണെന്ന് നമ്മളെ ദശാവതാരത്തിലൂടെ നമ്മുടെ പൂർവികർ പഠിപ്പിച്ചപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ബോധം ഉണ്ടായില്ല. പകരം ഡാർവിൻ ഇതിനെ കൊണ്ടുപോയി പരിണാമ സിദ്ധാന്തം എന്ന പേരിൽ ഭാരതത്തിന് സംഭാവന ചെയ്തു. ഡാർവിൻ പറഞ്ഞു, എന്റെ പരിണാമ സിദ്ധാന്തത്തിന് അടിസ്ഥാനമായത് ഭാരതത്തിലെ ദശാവതാരമാണെന്ന് പറഞ്ഞു. ഒരു മനുഷ്യചക്രമാണ് ദശാവതാരം. ഇത് തന്നെയാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. നമ്മളൊന്നും ഹിന്ദുക്കൾ ഒരിക്കലും നമ്മുടെ ശാസ്ത്രത്തെ നേരിട്ട് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാണെന്ന് തള്ളിക്കളയും. പകരം ഇത് വിദേശികൾ കൊണ്ടുവന്നാൽ നമ്മൾ സ്വീകരിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പണ്ട് കാലത്ത് ഇവിടുത്തെ വലിയ നായർ തറവാടുകൾ എടുത്താലും, വലിയ വലിയ നായർ എന്നല്ല, ജാതി എന്നല്ലവരുടെ ഏതൊരു തറവാട് എടുത്താലും കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് അവരുടെ കന്നിമൂലയിൽ ഒരു വലിയ കാവുണ്ടായിരുന്നു. അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. നിറയെ എന്തുണ്ടായിരുന്നു? മുള. കണ്ടിട്ടുണ്ടോ മുള? ബാമ്പു മുള. കേട്ടിട്ടേ ഇല്ല, ആദ്യമായിട്ട് കേൾക്കേ. ഉണ്ടായിരുന്നു പണ്ടത്തെ നായർ തറവാടുകൾ. വലിയ വലിയ തറവാടുകളിലെ കന്നിമൂലയില് മുളക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയത്തിയും അവരുടെ മക്കളും അങ്ങനെ കൂട്ടുകുടുംബത്തോടു കൂടി വാണിരുന്നു, അല്ലേ? ഈ മുളയ്ക്കൊരു ധർമ്മം ഉണ്ടായിരുന്നു. ശബ്ദതരംഗത്തെ ശുദ്ധി ചെയ്യുവാൻ മുളക്കുള്ള ഒരു ശക്തി നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞിട്ടാണ് കൂട്ടുകുടുംബത്തിൽ ഈ മുള വെച്ചിരുന്നത്. പാമ്പ് വരുമെന്നും പറഞ്ഞ് നമ്മളിത് വെട്ടിക്കളഞ്ഞു തുടങ്ങി. അപ്പൊ ഇപ്പൊ കൂട്ടുകുടുംബം ഇല്ല. സ്വന്തം ചേട്ടനിൽ നിന്ന് തമ്മിലടിച്ചിട്ട് 5 സെന്റ് ഭൂമിയിൽ 2 വീട് വെച്ച് ഏറ്റവും വലിയ മതിൽ കെട്ടിയിട്ടാണ് താമസിക്കുന്നത് ഇപ്പൊ, അല്ലേ? പക്ഷെ ഇത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ചൈനക്കാർ ചിന്തിച്ചു. അപ്പൊ അവർ കണ്ടെത്തി, ഭക്തി ബിസിനസ് ചെയ്താൽ ഭാരതക്കാർ വാങ്ങും. ഐശ്വര്യം 1000 രൂപയ്ക്ക് കായംകുളം മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ചോറ്റുപാത്രമായിട്ട് പോകും. 1000 രൂപയല്ലേ ഉള്ളൂ, പിന്നെക്കടമ്പിൽ ഐശ്വര്യം വാങ്ങാം എന്നും പറഞ്ഞ് പോകുന്നവരാണ് നമ്മൾ. ചൈനക്കാർ റിസർച്ച് ചെയ്തിട്ട്
ചൈനീസ് ബാമ്പു എന്നും പറഞ്ഞ 1000 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം തന്നു. നിങ്ങളെല്ലാം വാങ്ങിച്ച് പെരക്കകത്ത് വെച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങിപ്പോയി. വീണ്ടും ഐശ്വര്യം ഉണങ്ങാതിരിക്കാൻ വീണ്ടും വാങ്ങി. ചൈനക്കാരെ നിങ്ങളെല്ലാവരും കൂടെ വളർത്തിയില്ലേ, കോടീശ്വരന്മാരാക്കിയില്ലേ ഭക്തിയുടെ പേരിൽ? ഈ സാധനം സ്വന്തം വീടിന്റെ കന്നിമൂലയിൽ ആർത്തൊലിച്ച് നിന്നപ്പോൾ നിങ്ങൾ അത് പാമ്പൂരെന്നും പറഞ്ഞ് വെട്ടിക്കളഞ്ഞു. പെന്റേക്കോസ്റ്റുകാരെ അടിച്ചിറക്കിയ ഒരു കാര്യമുണ്ട്. അത് കേട്ട് മണ്ടൻ ഹിന്ദു വീട്ടിൽ നിന്ന് കൃഷ്ണന്റെ ഓടക്കുഴൽ ഊരിക്കളഞ്ഞില്ലേ ഒരു സമയത്ത്? ശ്രീകൃഷ്ണൻ ഓടക്കുഴലും പിടിച്ചിരുന്നാൽ ഐശ്വര്യത്തെ ഊതി അകറ്റുമെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിലെ ഓടക്കുഴൽ ഊതി മാറ്റി എത്ര ആൾക്കാരുണ്ട് ഇവിടെ? എവിടെയാണ് കൃഷ്ണൻ ഓടക്കുഴൽ കൊണ്ട് ഊതിയിട്ട് ഐശ്വര്യം പോയിട്ടുള്ളത്? അപ്പൊ ഹിന്ദുവിന്റെ ആചാരത്തെ എങ്ങനെയെങ്കിലുമൊക്കെ കൺഫ്യൂഷനാക്കി നിങ്ങളെ ഈ ആചാരത്തിൽ നിന്ന് ദൂരെ അകറ്റാൻ വേണ്ടിയിട്ട് പലരും പലതും ട്രൈ ചെയ്തു. ഇപ്പൊ കണ്ടില്ലേ, ഇതൊരു പ്രത്യേക പത്രമാണ്, ഇതിൽ മാതാവ് കുടികൊള്ളുന്നുണ്ട്, ഈ പത്രം വെച്ച് ഇങ്ങനെ ഉറങ്ങിയാൽ ഹൃദയ സംബന്ധമായ രോഗം പോകും എന്നും പറഞ്ഞ് ഓരോ പള്ളിക്കാര്, സത്യസന്ധരായ ക്രിസ്ത്യാനികൾ വാഴുന്ന നാടാണ് നമ്മുടെ നാട്. അവരൊന്നും ഇങ്ങനെയുള്ള തട്ടിപ്പിന് പോവില്ല. പക്ഷെ പെന്റേക്കോസ്റ്റ് പോലുള്ള ആൾക്കാര് കൃപാസനം അത് ഇത് എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയുടെ മുന്നിൽ പോയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹിന്ദുക്കളെയാണ്. ഈ 33 കോടി ദേവന്മാരുണ്ടായിട്ട് ഈ മുഴുവൻ കാര്യങ്ങൾക്കും ചികിത്സിക്കുവാനുള്ള വൈദ്യന്മാരാകുന്ന ഈശ്വരന്മാർ നമുക്കുണ്ടായിട്ട് നമ്മൾ ഒരു കൃപാസനം പത്രം മേടിച്ചു വെച്ച് കിടന്ന് ഉറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്കില്ലാത്തതാണോ മറ്റുള്ളവർക്കുള്ളത്? കടലാകുന്ന ശാസ്ത്രത്തിന്റെ അധിപതികളാണ് ഹിന്ദുക്കള്. അത് തിരിച്ചറിയണം, അല്ലേ? എന്തിനാണ് ഹിന്ദുക്കൾക്ക് 33 കോടി ദേവതകള്? ഇവിടെ വന്നാൽ അതിന്റെ ആൻസർ അറിയണം. എന്തിനാണ്? ഒരു ഈശ്വരൻ പോരെ നമുക്ക്? മറ്റുള്ളവർ പറയില്ല ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ഞങ്ങൾക്ക് ഒരു ദൈവം ഉള്ളത്. ആ ഒരു ദൈവം ഉള്ളതെന്ന് 10-15 വർഷം മുമ്പ് പറഞ്ഞവരൊക്കെ ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട് 33 കോടി ദൈവന്മാരെയും പള്ളികളും ചർച്ചുകളും ഒക്കെ. ഹിന്ദുവിന് ഏകദൈവം എല്ലാം ഒന്നാണ് ഹിന്ദുവിൻ്റെത്. പക്ഷേ നിങ്ങൾ ആശുപത്രി പോയിട്ടുണ്ടോ? മെഡിക്കൽ കോളേജിൽ നിങ്ങൾ തൊട്ടടുത്ത ആശുപത്രി പോയിട്ടുണ്ടോ? മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുവാൻ ഡോക്ടർ എന്ന് പറയുന്ന ഒരാൾ പോരെ? MBBS പഠിച്ചത് എന്തിനാണ്? ദന്ത ഡോക്ടർ എന്തിനാണ്? ഐ സർജൻ എന്തിനാണ്? ഞരമ്പിനൊരു ഡോക്ടർ എന്തിനാണ്? പ്രഗ്നൻസിക്ക് ഒരു ഡോക്ടർ എന്തിനാണ്? ഡോക്ടർ ഒരാൾ പോരെ നമ്മളെ ചികിത്സിക്കാൻ? നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് ദശാകാലങ്ങൾക്ക് അനുസൃതമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതിയുമായി ചേരാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ, ഇതിനെ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കാനല്ലേ ഓരോ ഡോക്ടറെ ഓരോ വിഭാഗമായി തിരിച്ചിട്ടുള്ളത്. ഇത് അത്രേ ഉള്ളൂ ഹിന്ദുവിന്റെ ഈ ഇരിക്കുന്ന മുഴുവൻ ദേവന്മാരും. നമ്മുടെ ദശാകാലങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് വരുന്ന ദോഷങ്ങളെ മാറ്റുവാൻ MBBS പഠിച്ച ഒരു ഡോക്ടർ ന്യൂറോ സർജൻ ആയി എങ്കിൽ, ഡെന്റിസ്റ്റ് ആയി എങ്കിൽ, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലേക്ക് പോയി എങ്കിൽ ചികിത്സയുടെ എളുപ്പത്തിനാണെങ്കിൽ, നമ്മുടെ ചികിത്സയുടെ എളുപ്പത്തിനാണ് നമുക്ക് ഈ 33 കോടി ദേവതകള്, അല്ലേ? സൂര്യദശ വന്നാൽ നമുക്ക് ശിവനെ പ്രാർത്ഥിക്കാം, സൂര്യനെ പ്രാർത്ഥിക്കാം. രാഹുദശ വന്നാൽ സർപ്പദൈവങ്ങൾക്ക് ഊട്ട് നടത്താം, അല്ലേ? ദുരിതം വന്നാല് ഭഗവതിയെടുത്ത് പോവാം. ഐശ്വര്യം ഉണ്ടാകാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ അഭിരുചിക്കനുസരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് ഈ ദേവതകള്. ഇപ്പൊ ഞാൻ രാവിലെ അപ്പം കഴിക്കുന്നയാളാണ്, വേറൊരാൾക്ക് അപ്പം തന്നെ വേണമെന്നുണ്ടോ? പുട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം, അല്ലേ? വേറൊരാൾക്ക് രാവിലെ ചോറ് കഴിക്കാനായിരിക്കും ഇഷ്ടം, അല്ലേ? അപ്പൊ അത് ഹിന്ദുത്വത്തിലല്ലേ ഉള്ളൂ ഭക്തന്റെ അഭിരുചിക്കനുസരിച്ച് പോയി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം ഒന്നാണ്. ഈ ഒരു പഴം ചീത്തയാണേലും മോശമാണേലും കഴിക്കണ്ടേ നമ്മള്? പക്ഷെ പലതരത്തിലുള്ള പഴങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കഴിച്ചാൽ പോരെ. അപ്പൊ ഹിന്ദുവിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല, നിയന്ത്രണങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടം മുട്ടക്കുളത്തമ്മയെ ഭജിക്കുന്നവർക്ക് മുട്ടക്കുളത്തമ്മയെ ഭജിക്കാം, ഓച്ചറയിൽ പോകേണ്ടവർക്ക് ഓച്ചറയിൽ പോവാം. നമുക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. കാരണം എന്താണ്? ഭക്തന്റെ അഭിരുചിക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ ഹിന്ദുത്വത്തിൽ മാത്രമേ ഉള്ളൂ, ഹിന്ദുധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ പ്രതിവിധി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാ? ഹിന്ദുക്കളാണ്. നമ്മൾ പറയാറുണ്ടോ മുട്ടക്കുളത്തമ്മ മാത്രമാണ് ദൈവം, മുട്ടക്കുളത്തമ്മയെ മാത്രമേ പ്രാർത്ഥിക്കാവൂ, മുട്ടക്കുളത്തമ്മയല്ലാതെ വേറൊരു ദൈവം ഇല്ലാതെ നിങ്ങൾ ആരുടെങ്കിലും പറയുമോ? അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാണ് ഞങ്ങളുടെ ഈശ്വരൻ, കൃഷ്ണനല്ലാതെ മറ്റൊരു ദൈവമില്ലാന്ന് നിങ്ങൾ പറയുമോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഏതൊരു വസ്തുവിന് വേണ്ടി ഓവറായിട്ട് പരസ്യം ചെയ്യുന്നു. ഇപ്പൊ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വിഷ്ണുമായയുടെ കാലമാണ്. എവിടെ നോക്കിയാലും വിഷ്ണുമായ ബിസിനസ്സുകാരാണ്. ഇപ്പോൾ പരസ്യം ഭയങ്കരമാണ്. വിഷ്ണുമായ ഇവിടെ വന്നാൽ നിങ്ങളുടെ സർവ്വരോഗങ്ങളും മാറ്റുന്നു. ഈശ്വരന്മാർക്ക് പരസ്യമൊന്നും വേണ്ട, അല്ലേ? അത് ചില ഹോസ്പിറ്റലുകളുടെ പരസ്യം പോലെ ആയിപ്പോ. ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പരസ്യം വേണോ നിങ്ങൾക്ക്? വേണോ?
ഗുരുവായൂർ ക്ഷേത്രത്തിലെ അത്ഭുത ലീലകൾ. ഭഗവാൻ നിങ്ങളുടെ രോഗത്തെ മാറ്റുന്നു. നിങ്ങൾ ഗുരുവായൂരേക്ക് വരുമെന്നും പറഞ്ഞ് എത്ര പരസ്യം അമ്മ കണ്ടിട്ടുണ്ട്? ഉണ്ടോ? മുട്ടക്കുളത്തമ്മയുടെ അത്ഭുത ലീലകൾ. നിങ്ങൾ മുട്ടക്കുളത്ത് വരുമെന്നും പറഞ്ഞ് പരസ്യം ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ഇവിടുത്തെ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ജനങ്ങളിൽ അറിയിച്ചിട്ടേ ഉള്ളൂ. നമ്മളാരോടും പറഞ്ഞിട്ടില്ല മുട്ടക്കുളത്ത് വരണം, മുട്ടക്കുളത്ത് വന്നാൽ നിങ്ങളുടെ മുട്ടുവേദന മാറും, മുട്ടക്കുളത്ത് വന്നാൽ നിങ്ങളുടെ തലവേദന മാറും, അതിനുള്ള നമ്മളാരോടും പറയാറില്ല. കാരണം എന്താണ്? നമ്മുടെ ഈശ്വരന്മാർക്ക് ആർക്കും പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. കാരണം ഇത് പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലേ? ക്ഷേത്രങ്ങളിൽ ഇടിമിന്നലേറ്റ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? വളരെ അപൂർവമാണ്. അതും കണക്ക് തെറ്റിയ ക്ഷേത്രങ്ങളിലേ ഏൽക്കാറുള്ളൂ. എത്ര വലിയ ധ്വജം വെച്ചാലും എത്ര വലിയ ഗോപുരം കെട്ടിയാലും ഒരു ക്ഷേത്രത്തിലും മിന്നൽ രക്ഷാചാലകം ഫിറ്റ് ചെയ്യാറില്ല. കാരണം എന്താണ്? പ്രകൃതിയിലുള്ള ഏതൊരു എനർജിയും വലിച്ചെടുത്ത് ഒരു ജീവജാലങ്ങൾക്കും ദോഷം വരാതെ ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് വിടുവാൻ ക്ഷേത്ര നിർമ്മിതിക്ക് ഒരു കഴിവുണ്ട്. അതുകൊണ്ട് എത്ര വലിയ ഇടിമിന്നലുണ്ടായാലും ക്ഷേത്രഭൂമിയിൽ വന്ന് നിന്നാൽ ഇടിമിന്നലേക്കില്ല. കാരണം കണക്കൊത്ത നിർമ്മിതിയാണ്. ഞാൻ കണക്കൊത്ത ക്ഷേത്രങ്ങളാണ് പറയണത്. കണക്ക് തെറ്റി ക്ഷേത്രം കെട്ടിയിട്ട് ഇതിനെ തിരിച്ചു തർക്കിക്കാൻ വരരുത്. നമ്മുടെ വീട് കെട്ടുന്നത് പോലെയല്ല ക്ഷേത്രങ്ങൾ കെട്ടുക, കേട്ടോ? അപ്പൊ എന്തായാലും ഇനി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എണീച്ചെന്ന് ചോദിക്കാം. ഓരോരുത്തരുടെ സംശയങ്ങൾക്ക് ഞാൻ ഇങ്ങനെ എനിക്കറിയാവുന്ന ആൻസർ തരാം. സംശയം ഉണ്ടേ മതി. പ്രഭാഷണത്തിന് സമയം വളരെ കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനൊരു 2-3 മണിക്കൂർ ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കിയാൽ മതി. അപ്പോൾ ആ സംശയം എന്നോട് പറഞ്ഞാൽ ഞാനതിൻ്റെ ആൻസർ തരാം. നിങ്ങളുടെ ഒരാളുടെ സംശയം 100 പേർക്ക് ഉത്തരമാവും. പിന്നെ സെക്രട്ടറി പറഞ്ഞു എന്നോട് അങ്ങനെ സംശയമൊന്നും ചോദിക്കില്ല, ഞങ്ങളുടെ ആൾക്കാർ എല്ലാവർക്കും എല്ലാം അറിയാം, തിരുമേനിക്ക് അറിയാവുന്ന അവർ പരീക്ഷിച്ചിട്ടേയിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എല്ലാവരും പരീക്ഷിക്കുന്നവരാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ സിപ്പിട്ടിട്ടാണ് വന്നത്, അല്ലേ? അപ്പൊ ക്ഷേത്രത്തിലെ പ്രദക്ഷിണേന് മറക്കില്ലല്ലോ, അല്ലേ? അപ്പൊ മുട്ടക്കുളത്തമ്മയെ നമുക്കിനി 1 വർഷം കൊണ്ട് പ്രതിഷ്ഠിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? 2-3 മാലയൊക്കെ ഇട്ടിട്ടുള്ളവർ പറ്റുമെങ്കിൽ 1 മാല തരുമോ? ഞങ്ങളെ കമ്മിറ്റിക്കാരെ ഞങ്ങൾ പണയം വെച്ചാണെങ്കിലും കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്തിനാണെന്ന് ഈ ജനിച്ചിട്ട് ഏതോ ഒരു കാലത്ത് മരിച്ചു പോകുന്നു നമ്മൾ ഈ സ്വർണ്ണമൊക്കെ ഇട്ട് പോകുമോ? അപ്പം മരിക്കും വരെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ക്ഷേത്രങ്ങളെയൊക്കെ പുനരുദ്ധരിക്കാം. നമ്മളെല്ലാം ജീവിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ നമ്മളെല്ലാം ജീവിക്കുന്നത്? അതിൻ്റെ ആൻസറെങ്കിലും പറയാമോ? അമ്മാനെ പറയണം, എൻ്റെ മുന്നിൽ വന്നിരുന്നു പോയില്ലേ? നമ്മളെല്ലാം ജീവിക്കുന്നത് എന്തിനാ? ഒരു ചോദ്യം ചോദിക്കാം. 100 കോടി രൂപ ബാങ്കിലുണ്ട്, 5 മക്കളുണ്ട്. അമ്മ ഒരു 2 വർഷം കിടക്കപ്പായ കിടന്നിട്ട് മലവും മൂത്രമൊക്കെ അവിടെ ഒന്ന് ഒഴിച്ചു നോക്കും. ഈ 100 കോടി മക്കളും എവിടെ ഉണ്ടാവും? അവർ പറയുന്നൊരു വാക്കുണ്ടാവും, തള്ള ഏതോ പാപം ചെയ്തിട്ടുണ്ട് കിടക്കാണ്, ഏതോ പാപം ചെയ്തിട്ടുണ്ട് തള്ള കിടക്കാണ്, 2 വർഷമായി. 100 കോടിയും പോയി, 5 മക്കളും പോയി. അങ്ങനെ മരിക്കണോ? അതോ ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് മക്കളുടെയും കൊച്ചുമക്കളുടെയും നാട്ടുകാരുടെ ഒക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് മരിക്കണം? ഇതിലേതോ സുഖമരണം? പെട്ടെന്ന് മരിക്കുന്നതാണ്. ഞാനടക്കമുള്ള നിങ്ങളെല്ലാം ജീവിക്കുന്നത് നന്നായി മരിക്കാനാ. ഞാനതാ പഠിച്ചിട്ടുള്ളത്. എൻ്റെ മുത്തശ്ശനും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെല്ലാം ജീവിക്കുന്നത് തന്നെ നന്നായി മരിക്കുവാനാണ്. മൃത്യുഞ്ജയ മന്ത്രം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ലേ? എന്താണ് മൃത്യുഞ്ജയ മന്ത്രം? ത്രയംബക ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരി കമലബന്ധനം മൃത്യുർമുക്ഷ്യമാമൃത. എന്തിനാ അത് ചെയ്യണേ? മരിക്കാതിരിക്കാൻ ചെയ്യുന്നതല്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടാ. ഇനി അതാ തിരിച്ചറിയണം. മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ മന്ത്രവും ജപിച്ചാല് നിങ്ങൾക്ക് ആയുസ്സൊന്നും നീട്ടിക്കിട്ടില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. മൃത്യുഞ്ജയം എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയുമോ? ഇതാ നല്ല ഒന്നാന്തരം മത്തങ്ങയില്ലേ, മത്തങ്ങ എന്ന് ഉദാഹരണമായിട്ട് പറയണം. കുമ്പളങ്ങ, മത്തങ്ങ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരു പൂർണ്ണ രൂപമെത്തിയ കുമ്പളങ്ങ അതാ ചെടിയിൽ കിടന്ന് തന്നെ പഴുത്ത് പൂർണ്ണ രൂപമായി അത് പഴുത്ത് അതിന്റെ പൂർണ്ണ അവസ്ഥയിലെത്തി ആ ഞെട്ടിൽ നിന്ന് അടർന്നു വീഴില്ലേ? അതുപോലെ ആയിരിക്കണം എൻ്റെ മരണം. അതിനാണ് ഈ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നത്. ഊർവാരു കമിപ ബന്ധനാത് മൃത്യുർമുക്ഷ്യമാമൃതാത്. ആ ബന്ധനത്തിൽ നിന്ന് ആ കുമ്പളങ്ങ എത്ര പതുക്കെയാണോ പഴുത്തിട്ട് ഞെട്ടറ്റ് പോകുന്നത് അത്ര മനോഹരമായിരിക്കണം എൻ്റെ മരണം. അതിനു വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. അല്ലാതെ 90-ആം വയസ്സിലും ചുമ്മാ കുത്തിയിരുന്ന് മക്കളെ കൊച്ചുമക്കളെയും ബുദ്ധിമുട്ടിക്കാനൊന്നും അല്ലല്ലോ. സ്വത്തൊക്കെ നേരത്തെ എഴുതി വെച്ച് കൊടുക്കണം.
പെട്ടെന്ന് മരിക്കാൻ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. നല്ല ആരോഗ്യത്തോടെയുള്ള മരണം ഉണ്ടാവണം, ഒരാളെ ബുദ്ധിമുട്ടിക്കാതെയുള്ള മരണം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ ഹോമം നടത്തണേ. പിന്നെ അതിൽ രോഗമുക്തി എന്നൊരു പേരുണ്ട്. ഭേദമാകാനുള്ള രോഗമാണെങ്കിൽ അതിൽ ഭേദമാകും, ഇല്ല എങ്കിൽ കിടക്കാതെ മരിക്കണേ ഭഗവാനെ. അതിനാണ് മൃത്യുഞ്ജയ ഹോമം നടത്തുക. അല്ലാതെ ചിരഞ്ജീവിയായിട്ടിരിക്കാനൊന്നും മൃത്യുഞ്ജയ ഹോമം നടത്താറില്ല കേട്ടോ. അപ്പൊ ഇന്ന് മൃത്യുഞ്ജയ ഹോമം എന്തിനാണെന്നും കൂടെ മനസ്സിലായി ഇവിടെ വന്നുകൊണ്ടല്ലേ. നിലവിളക്കിൽ എത്ര തിരിയിടണമെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അല്ലേ. ഇതിനിടയ്ക്ക് ഞാൻ 2-3 കാര്യം മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ട് നിങ്ങൾ ചോദിക്കുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി വെച്ചിട്ട് വിട്ടു. കാരണം നിർത്തുന്ന സമയത്ത് നിങ്ങൾ അതെന്തായിരുന്നു പറയാതിരുന്നത് എന്ന് ചോദിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾക്കത് അറിയാവുന്നതുകൊണ്ട് ചോദിക്കില്ല എന്ന് തോന്നുന്നു. ക്ഷേത്രത്തിൽ പോകുമ്പോൾ തലയൊക്കെ ഇങ്ങനെ മറച്ചിട്ട് അല്ലേ, നല്ല ഫെയർ ആൻഡ് ലവലിയൊക്കെ പുരട്ടി എണ്ണയൊക്കെ പുരട്ടിയിട്ടല്ലേ എല്ലാവരും പോണത് അല്ലേ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതൊന്നും പാടില്ല എന്ന് പറയാം. തല മറച്ചിട്ടോ മുഖത്തെണ്ണ പുരട്ടിയിട്ടോ ദേഹത്തെണ്ണ പുരട്ടിയിട്ടോ ഒന്നും പോയിക്കൂടാന്നാണ്. കാരണം നമ്മുടെ രോമകൂപങ്ങളിലൂടെ വരെ ദേവചൈതന്യം നമ്മളിലേക്ക് എത്തണം. അതുകൊണ്ടാണ് സ്ത്രീകൾ മുഖം മറച്ചോ തൈലം പുരട്ടിയോ ഒന്നും പോയിക്കൂടാ. സ്ത്രീകളെന്നല്ല ആരും പോയിക്കൂടാ. കുളിച്ചിട്ട് ഈർന്നോടെ പോകാൻ പറ്റിയാൽ അങ്ങനെ പോകണമെന്നാണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം മോശമായതുകൊണ്ട് സ്ത്രീകളൊന്നും ഇപ്പോൾ ഈർന്നോടെ ക്ഷേത്രത്തിൽ പോയിക്കൂടാ. അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത് ആ സിസ്റ്റമൊക്കെ. പൂർവ്വകാലത്ത് ചൈതന്യത്തെ കൂടുതലായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈർന്നോടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ ഐശ്വര്യ പൂജകൾ നടത്താറുണ്ടോ ഇന്ന് ഈ കാലഘട്ടത്തിൽ? അതൊക്കെ സംഘടിപ്പിക്കണം കേട്ടോ. ഇനി പറ്റുമെങ്കിൽ ഐശ്വര്യ പൂജകൾ സംഘടിപ്പിക്കണം കമ്മിറ്റിക്കാർ. അമ്മമാരൊക്കെ വരും. അഷ്ടൈശ്വര്യ പൂജ അല്ലേ, കേട്ടിട്ടില്ല? അഷ്ടൈശ്വര്യ പൂജ ഇല്ലേ, കേട്ടിട്ടില്ല? ഈ സർവൈശ്വര്യം എന്ന് പറഞ്ഞാൽ ആകെ 8 ഐശ്വര്യമുള്ളൂ. ബാക്കി ഇവിടുന്ന് കൊണ്ടുവരും. പണ്ട് അമ്പലങ്ങളിലെല്ലാം കാര്യസിദ്ധി പൂജ നടത്തും പോലെ ഈ കാര്യസിദ്ധി പൂജ എന്ന് പറയുന്നത് ഒരു പൂജയില്ല, ചുമ്മാ ഒരു പേരിട്ടതാ, കാര്യം സാധിച്ചോട്ടെ എന്ന് വെച്ച് എന്ന് പറയുമ്പോൾ ഒരു സാധനമാണ് സർവൈശ്വര്യ പൂജ. 8 ഐശ്വര്യങ്ങളെ ആകെയുള്ളത്, നവദ്വാരങ്ങളെ മനുഷ്യന് ആകെയുള്ളത്. 10ാമത് ഒരു ദ്വാരം വന്ന് വൈകല്യ അല്ലേ. എന്നോ എല്ലാവർക്കും 9 ദ്വാരമുള്ളൂ. എനിക്ക് കണ്ണിന്റെ താഴത്ത് ഒരു ദ്വാരം കൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ദ്വാരം കൂടെ ഉണ്ടായാലും വൈകല്യ അല്ലേ, അത് ഒന്ന് കൂടുതലുണ്ടായാൽ. അപ്പൊ ശരിക്കും പറഞ്ഞ 8 ഐശ്വര്യങ്ങളേ ഉള്ളൂ, അഷ്ടൈശ്വര്യങ്ങൾ. അതിനെ നമ്മൾ സർവൈശ്വര്യ പൂജ എന്ന് പറയുന്നു. സർവൈശ്വര്യം 8ൽ അടങ്ങുന്നു. ഈ 8 ഐശ്വര്യം എന്ന് പറഞ്ഞാൽ തന്നെ അഷ്ടലക്ഷ്മി എന്നാ പറയുന്നത് അല്ലെ. അഷ്ട സ്വഭാവങ്ങളാണ് നമ്മളുടെ അഷ്ടൈശ്വര്യം എന്ന് പറയുന്നത് അല്ലേ. അണിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാകാശം, പ്രത്യക്ഷം എന്നൊക്കെ പറയുന്ന 8 അവസ്ഥകൾ മനുഷ്യനുണ്ടെന്നാണ് പറയണത്. ഒരു സ്ഥലത്ത് സമയത്ത് ചെല്ലാൻ കഴിയുന്ന അവസ്ഥയാണ് പ്രത്യക്ഷം. പ്രാകാശം പറയുന്ന സമയത്ത് എത്തിച്ചേരുക. അണിമ ഒരാളുടെ മുന്നിൽ വലിയവനാകുന്ന, ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ തന്ത്രിദ്ദേഹം അല്ലെങ്കിൽ മേൽശാന്തിദ്ദേഹം നമ്മളുടെ യാഗയജമാനൻ, അദ്ദേഹത്തെ കാണുമ്പോൾ പോയി നമ്മൾ നമസ്കരിക്കാറില്ലേ? നമസ്കരിക്കാറ്. അച്ഛനും അമ്മയും രാവിലെ മക്കൾ എണീറ്റിട്ട് നമസ്കരിക്കില്ലേ? ഇല്ലേ? ഭാര്യ രാവിലെ എണീറ്റിട്ട് കാണപ്പെട്ട ദൈവമായ ഭർത്താവിന്റെ കാലിൽ തൊട്ടുകൊണ്ടില്ലേ? മുട്ടക്കുളത്തില്ലേ അത്? ദൈവമേ, ഇപ്പൊ രാവിലെ എന്റെ ഭാര്യ എന്നെ തൊട്ടുകൊണ്ടിട്ടോ വിട്ട്. ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിയാണ്. രാവിലെ ഉണർന്നാൽ ആദ്യം തൊട്ടുകൊണ്ടേണ്ടത് കാണപ്പെട്ട ദൈവമായിട്ട് അനന്തപത്മനാഭനെ കൊണ്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ കാലിലല്ലേ? ദൈവമേ, ഇപ്പൊ ഇവിടുത്തെ പുരുഷന്മാരോട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഫാഷൻ ഷോ പോലെയാണ് സ്ത്രീകൾ എണീറ്റിട്ട്. ഞങ്ങൾ ആന്ധ്രയിലാണ് താമസിക്കുന്നത്. ആന്ധ്രയിൽ താമസിക്കുന്നത് ഷിബു സാറിന്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. രാവിലെ 6 പ്രാവശ്യം തൊട്ടുകൊടുക്കണമെന്നാണ് പുള്ളിക്കാരുടെ മോൻ എന്നോട് പറഞ്ഞത്. എൻ്റെ അമ്മ അച്ഛനെ 6 പ്രാവശ്യം തൊട്ടുകൊടുത്തിട്ട് വെളിയിൽ ഇറങ്ങാറുള്ളത്. കാര്യമായിട്ട് പറഞ്ഞാണ്, നമ്മൾ രാവിലെ ഉണർന്നിട്ട് താലി എവിടെ കെട്ടണത്? താലി എവിടെ കെട്ടണമെന്ന് ഭർത്താവ് കല്യാണത്തിന് എവിടെയാ? എവിടെ കഴുത്തില്? അതുപോലും അറിയില്ല. എന്നെയൊന്നും കെട്ടിയില്ല എന്നാണ് പറയണത്. എവിടെയാ താലി കെട്ടണേ? ദൈവമേ, ഇത് മുന്നിലാണോ പിന്നിലാണോ എന്ന് ചോദിച്ചുള്ളൂ. മൂക്ക് കയറിടുന്നത് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല, അത് മൂക്കിലാണ്. താലി എവിടെയാ കെട്ടണമെന്ന് ചോദിച്ചത് പിൻകഴുത്തിലാണല്ലേ. അതും വെള്ളച്ചരട് മഞ്ഞളിൽ മുക്കി പിൻകഴുത്തിലാണ് ആൺകെട്ടിട്ട് ഒരു 20-22 വയസ്സ് വരെ അച്ഛനും അമ്മയും നോക്കും നമ്മളെ അല്ലേ. ഒരു 20, 22, 23 വയസ്സ് വരെ അച്ഛനും അമ്മയും നോക്കും.
ഈ ഒരു വെള്ളനൂലും മഞ്ഞളിൽ മുക്കി ഒരു പണയുടെ സ്വർണം കൊണ്ടുണ്ടാക്കിയ താലി ഇതാ ഇവിടെ കെട്ടിയതിന്റെ അന്ന് മുതൽ ഈ ഭാഗ്യമില്ലാത്തവൻ മരണം വരെ നിങ്ങൾ നോക്കണം. ഇല്ലേ? ഒരു മഞ്ഞച്ചരടിന്റെ ബലത്തിലാണ് അല്ലേ? അപ്പൊ അത് ഉറപ്പായിട്ട് കെട്ടണ്ടേ? അത് പിൻകഴുത്തിലാണ് കെട്ടേണ്ടത്. ശിഖയിൽ, ഞാൻ തീർത്ഥം എവിടെ തളിക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? തീർത്ഥം തളിക്കുന്ന ശിഖയിലാണ് ഒരു മഞ്ഞച്ചരടിൽ ഈ വ്യക്തി നമ്മളെ താലി കെട്ടുന്നത്. ഒരു ചരടിൽ താലി കെട്ടുമ്പോൾ തന്നെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം നമ്മളെ നോക്കേണ്ട ഉത്തരവാദിത്വം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു. പകരം നമ്മൾ എന്ത് ചെയ്യണം? സ്ത്രീകള്, നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ സ്ത്രീയല്ല, എന്നാലും എന്ത് ചെയ്യണം? സീമയുടെ അന്ത്യത്തിൽ എവിടെയാണോ നാസികാഗ്രം മുതൽ ആരംഭിക്കുന്ന ഒരു രേഖ ഇവിടെ അവസാനിക്കും. ഇതൊന്നും തൊട്ട് നോക്കി ഇവിടെ ഒരു കുഴി ഉണ്ടാവും. കുഴി ഇല്ലെങ്കിൽ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. എല്ലാ മനുഷ്യനും സീമയുടെ അന്ത്യത്തിൽ എന്തെങ്കിലും തൊട്ട് നോക്കൂ, ഇവിടെ ഒരു കുഴിയില്ലേ? ഇല്ലെങ്കിൽ വന്നാൽ മതി, ഇവിടുന്ന് കത്തി മേടിച്ച് ഇട്ട് തരാം. സീമയുടെ അന്ത്യത്തിൽ ഇവിടെ ഒരു കുഴിയുണ്ട്. അവിടെയാണ് എന്നെ ഒരു മഞ്ഞച്ചരടിൽ താലി കെട്ടി ജീവിതകാലം മുഴുവൻ നോക്കേണ്ട ഈ വ്യക്തിക്ക് ആയുരാരോഗ്യം ഉണ്ടാകുവാൻ ചുവന്ന സിന്ദൂരം ഞാൻ തൊടുന്നു. സീമയുടെ അന്ത്യത്തിൽ, ഇത് അന്ത്യമാണ്, അന്ത്യമില്ല എന്ന് കാണിക്കുന്നു. എന്തിനന്ത്യമില്ല? എന്റെ ഭർത്താവിന്റെ ആയുസിന് അന്ത്യമില്ല, എന്നും ഞാൻ വൈധവമില്ലാത്തവളായി നിൽക്കണമെന്ന് കാണിക്കുവാനാണ് സീമയുടെ അന്ത്യത്തിൽ സിന്ദൂരം തൊടുന്നത്. ഇത് തൊടാറുണ്ടോ? രാവിലെ കുളിച്ചതിന് ശേഷം ഇവിടെ തൊടാന് ഇപ്പൊ കോളേജിൽ പോണ കുട്ടികളാ കൂടുതലും. കല്യാണം കഴിച്ചാണെന്ന് അറിയാതിരിക്കാൻ മാക്സിമം വീട്ടിൽ നിന്ന് അമ്മയെ ബോധ്യപ്പെടുത്താൻ ഇച്ചിരി തൊടും. അത് ബസ് സ്റ്റാൻഡിൽ എത്തുന്നുണ്ട് തൂത്ത് കളയും അല്ലേ? അതൊന്നും പാടില്ല. ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിയാണ്. ആ മഞ്ഞച്ചരട് കൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങളെ നോക്കാൻ ആ മനുഷ്യൻ ബാധ്യസ്ഥനാണെങ്കിൽ സീമന്തരേഖയുടെ അന്ത്യത്തിൽ സിന്ദൂരം തൊട്ടുകൊണ്ട് വേണം നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുവാൻ. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടുകൊടുത്തിരിക്കണം, ഭർത്താവിന്റെ കാലിൽ തൊട്ടുകൊള്ളണം. ഇപ്പൊ പറയുന്ന സ്ത്രീകളൊക്കെ ഇപ്പൊ ഡെവലപ്മെന്റ്സ് ഭയങ്കരമായി, സ്ത്രീക്കും പുരുഷനും തുല്യമാണ് എന്ന് പറഞ്ഞാൽ തുല്യതയൊന്നുമല്ല. ഭർത്താവ് എപ്പോഴും കാണപ്പെട്ട ദൈവം തന്നെയാണ്. അദ്ദേഹത്തെ തൊട്ടുകൊഴുന്ന് തുടങ്ങണം. അങ്ങനെ തുടങ്ങിയാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കും അല്ലെ? മക്കളെ കൊണ്ട് ഗുരുക്കന്മാരെ തൊട്ടുകൊഴിക്കാറില്ലേ? ക്ഷേത്രത്തിൽ പോയാൽ തന്ത്രിനെയോ ആചാര്യനെയോ തൊട്ടുകൊഴിക്കാറില്ലേ? എന്താണ് തൊട്ടുകൊഴുന്നതിന്റെ ധർമ്മം? ഉദാഹരണം അമ്മയെ തന്നെ പറയാം. അമ്മ ഇരിക്കുകയാണ്, അമ്മയുടെ കാലുകളിലുള്ള എനർജി, ശരീരത്തിലെ മുഴുവൻ ഭാരവും അമ്മയുടെ കാലുകളിലായിരിക്കും അല്ലേ? ആ അമ്മയാണ് അമ്മയുടെ കൊച്ചുമോൻ വന്നിട്ട് തൊട്ടു തൊഴുക അല്ലെ? അമ്മയുടെ ശരീരത്തിലുള്ള പനി പകരുമെന്നുള്ള സത്യമാണ്. അമ്മയ്ക്ക് പനിയുണ്ട്, തൊട്ടടുത്തിരിക്കുന്ന അമ്മയ്ക്ക് പനി പകരില്ലേ? അവിടെ പനിയുണ്ട്, പനി പകരുമോ? മുട്ടക്കുളത്തുകാർക്ക് പകരില്ല. ഇത് പുതിയ അറിവാണെന്ന് ഞാൻ പറയുകയില്ലേ? പനി പകരുന്നത് സത്യമാണോ? ആണ്. എന്നാൽ നമ്മുടെ ശരീരോഷ്മാവും ശരീരത്തിലെ എനർജിയും വേറൊരാൾക്ക് പോകും, ഉറപ്പാണ്. ഒരമ്മ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്താൽ അമ്മയുടെ മുഴുവൻ എനർജിയും പാദങ്ങളിലായിരിക്കും. ആ പാദങ്ങളിലാണ് ഒരു കുട്ടി ചെന്ന് തൊട്ടുകൊടുത്തത്. അമ്മയുടെ എനർജി ആ കുട്ടി തൊട്ടെടുക്കുകയും ചെയ്യുക. എന്ത് എനർജിയാ തൊട്ടെടുക്കുക? അമ്മ ഇക്കാലം അത്രയും ആർജിച്ച ആ അറിവിനെയും ആ നല്ല വശങ്ങളെയുമാണ് ആ കുട്ടിക്ക് തൊട്ടുതൊഴാൻ വേണ്ടി നിന്നു കൊടുക്കുന്നത്. അമ്മ അങ്ങനെ ഇരുന്നിട്ട് ഒരു 100 പേര് അമ്മയെ തൊട്ടുതൊഴത്തെ ഒരു മണിക്കൂറിൽ അമ്മ ബോധരഹിതയാവും, വിളർച്ച ഉണ്ടാവും. കാരണം എന്താണ്? നമ്മുടെ എനർജി മുഴുവൻ വേറൊരാളെ തൊട്ടെടുക്കുകയാണ്. അങ്ങനെ പൂർവികർ റിസർച്ച് ചെയ്തതിന്റെ ഭാഗമാണ് കുനിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ മുഴുവൻ എനർജിയും എവിടെയായിരിക്കും? ശിരസിലായിരിക്കും. അപ്പൊ കുനിഞ്ഞു നിന്ന് നമ്മളെ തൊട്ടുകൊടുത്ത കുട്ടിയുടെ തലയിലേക്ക് അനുഗ്രഹം എന്നും പറഞ്ഞ് നമ്മുടെ കയ്യങ്ങ് തൊടും. നമ്മളിൽ നിന്ന് പോയ എനർജി ഫിൽട്ടർ ചെയ്ത് നമ്മളിലേക്ക് തന്നെ എത്തും. പാരമ്പര്യം ഭൂമി പകർത്തു കൊടുക്കും പോലെയാണ്. മോന് കൊടുക്കും, മോൻ കൊച്ചുമോന് കൊടുക്കും, കൊച്ചുമോൻ കൊച്ചുമോന് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ എന്നിൽ നിന്ന് പോയത് എന്നിലേക്ക് തന്നെ. തൊട്ടുതൊഴുക എന്ന് പറയുന്ന ഒരു സയൻസാണ്. എന്റെ എനർജിയെ എന്റെ കുട്ടി തൊട്ടെടുത്താൽ അതിന്റെ ഇരട്ടിയായിട്ട് അതിനെ ഫിൽട്ടർ ചെയ്ത് ഞാൻ തന്നെ എടുക്കും. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് തൊട്ടുതൊഴൽ. ഇതൊക്കെ തിരിച്ചറിഞ്ഞെങ്കിലും ഇന്നു മുതൽ മക്കളെ കൊണ്ട് മക്കളുടെ ഗുരുവിനെ തൊട്ടുവഴിക്കാൻ പഠിക്കണം. സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ ആദ്യം പറയേണ്ടത് സാറിന്റെ കാലിൽ നമസ്കരിക്കും എന്ന് പറയണം. കാരണം എന്താണ്? ഗുരുത്വം അവിടെ നിന്ന് പഠിക്കണം. കാണപ്പെട്ട ദൈവം അമ്മയാണ്. അമ്മ എന്ന് പറയുന്ന ആ സത്യം മോനെ ചൂണ്ടിക്കാട്ടി പറയും. അച്ഛ വരുന്നു, അച്ഛാന്ന് വിളി എന്ന് പറയുമ്പോഴേ ഒരു കുട്ടി അച്ഛാന്ന് വിളിക്കും അല്ലേ? ആ അച്ഛനും അമ്മയും ചേർന്ന് അവന്റെ ജീവിതചര്യയിലേക്കുള്ള പ്രയാണം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്ന എവിടുന്ന? ഒരു ഗുരുവിനെ കണ്ടെത്തുമ്പോഴാ.
അച്ഛനും അമ്മയും ചേർന്ന് ഒരു ഗുരുവിന്റെ കീഴിൽ അവനെ ആക്കും. അവൻ അവിടെ നിന്നും ഈശ്വരൻ എന്തെന്ന് പഠിക്കണം. അന്ധവിശ്വാസം പഠിക്കില്ല ചെയ്യുക. ഈശ്വരൻ എന്തെന്ന് പറഞ്ഞാൽ സ്നേഹവും പ്രകാശവും ജീവിത പ്രകാശത്തെ അവന് പകർന്നു കൊടുക്കുന്ന ഗുരു ഉണ്ടായിരിക്കണം. ഈ ഗുരുത്വം എന്ന് നമ്മളിൽ നിന്ന് പോയോ നമ്മുടെ മക്കളൊക്കെ വഴിപഴച്ചു പോയി. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് വെറും ഒരു തൊഴാൻ വരുന്ന സ്ഥലമാവരുത്. പഴയ കാലത്ത് ക്ഷേത്രം എന്തായിരുന്നു? ഓട്ടം തുള്ളലും അല്ലേ, കൂടിയാട്ടവും ഓട്ടം തുള്ളലും കഥകളിയും ഒക്കെ കണ്ട് നമ്മുടെ മക്കൾക്ക് പുരാണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. രാമൻ എന്തായിരുന്നു എന്നും സീത എന്തായിരുന്നു എന്നും ലക്ഷ്മണൻ എന്തായിരുന്നു എന്നും നമ്മുടെ മക്കൾ പഠിച്ചിരുന്നു. ഉത്തമ മര്യാദ പുരുഷോത്തമനാകുന്ന രാമന്റെ കഥ കേട്ട് നമ്മുടെ മക്കൾ എങ്ങനെ ഒരു ഭർത്താവാകണമെന്ന് പഠിച്ചു, എങ്ങനെ ഒരു രാജാവാകണമെന്ന് പഠിച്ചു, ലക്ഷ്മണനെ കണ്ട് എങ്ങനെ ഒരു സഹോദരനാകണമെന്ന് പഠിച്ചു. അല്ലേ? ഈ കഥകളൊക്കെ എന്തിനായിരുന്നു? നമ്മുടെ മക്കൾ നല്ലത് പഠിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ അമ്മയുമില്ല അമ്മമ്മയുമില്ല. മാക്സിമം അമ്മമ്മമാരെല്ലാം ഇന്ന് ഓൾഡ് ഏജ് ഹോമിലാണ്. അതുകൊണ്ട് കഥ പറഞ്ഞു കൊടുക്കാൻ അമ്മമാരില്ല. ഓൾഡ് ഏജ് ഹോമിൽ പോയി ആരെങ്കിലും കഥ കേൾക്കുമോ? പകരം 6 മണിക്ക് തുറന്നു വെക്കുന്ന വിഷപ്പെട്ടി എന്ന ടെലിവിഷൻ, അതിൽ കാണുന്ന ഒരർത്ഥവുമില്ലാത്ത സീരിയലുകൾ കുത്തിയിരുന്ന് കാണും. എന്നിട്ട് വീട്ടിൽ വിളക്ക് കത്തിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പൂജാമുറി ഉണ്ടാക്കി വൈകിട്ട് 5:30 കത്തിച്ചിട്ട് വെക്കും. എപ്പോഴെങ്കിലും അണയട്ടെ എന്ന് വെച്ചിട്ട്. അല്ലേ? പണ്ട് കാലത്ത് നമ്മുടെ ഒരു വീട്ടിലും പൂജാമുറി ഇല്ലായിരുന്നു. സന്ധ്യാസമയത്ത് മുറ്റമടിച്ച് ക്ലീൻ ചെയ്ത് ജലവും തളിച്ച് തുളസിത്തറയിൽ ഒരു ദീപവും വെച്ച് നേരെ തിരുമുറ്റത്ത് തറയിൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ തിണ്ണയിലാണ് വിളക്ക് എത്തിച്ചിരുന്നത്. ഒരു നിലവിളക്ക് വെച്ച് അതിൽ 5 തിരിയോ 2 തിരിയോ ഇട്ട് അമ്മ അവിടെ ഇരിക്കും, മുത്തശ്ശി. എന്നിട്ട് കൊച്ചുമക്കളെയും മക്കളെയും മരുമക്കളെയൊക്കെ വിളിച്ച് രാമ 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 ബാഹിമ രാമപാദം ചേർക്കേ മുകുന്ദരാമ ബാഹിമ എന്ന് ചൊല്ലും. എന്നിട്ട് രാമന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. പണ്ട് കാലത്തില്ലേ? ഇന്നത് നമ്മുടെ കുടുംബത്തിലില്ല. പകരം ക്രിസ്ത്യൻ സഹോദരന്മാര് കൃത്യമായി 7:30 മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടെ ക്രൂശിത രൂപത്തിന് മുന്നിൽ മുട്ടും കൂത്തി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ അത്താഴം വിളമ്പുള്ളൂ. ഇവിടെ 6:30 അമ്മയെങ്ങാനും നാമം ചെല്ലാൻ ഇരുന്നാൽ മോൻ ജോലിയും കഴിഞ്ഞു വന്ന് ഭക്ഷണം താമസിച്ചാൽ നിലവിളക്ക് വരെയും വെളിയിൽ കിടക്കും. ആ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ഇന്ന് പൂജാമുറികൾ. പ്രാർത്ഥിക്കാനൊന്നുമല്ല, ഷോയാണ് ഇപ്പൊ പൂജാമുറി. ഏറ്റവും നല്ല വീട് വെച്ചിട്ട് ഏറ്റവും നല്ല പൂജാമുറി വെച്ച് നാട്ടുകാരെ കാണിക്കുവാനാ പൂജാമുറി. അവിടെ കൃത്യമായി വിളക്ക് പോലും കത്തിക്കാറില്ല. കത്തിച്ചിട്ടുണ്ടെങ്കിൽ കരിന്തിരി കത്താറുണ്ട്. നിലവിളക്കൊക്കെ തനിയണയാൻ പാടില്ല. സ്നേഹമാകുന്ന എണ്ണയൊഴിച്ച് വിളക്കിനെ മനസ്സിനെ പ്രകാശിപ്പിക്കലാണ് ദീപലക്ഷണം. അപ്പൊ ആ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കവിയണം. അപ്പൊ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ വിളക്ക് അണച്ചു വെക്കണം. ഇതൊക്കെയല്ലേ നിയമം? എത്ര വീട്ടിലുണ്ട്? ദേവീ ഭാഗവതമുള്ള വീട്ടുകാരെന്ന് കൈപൊക്കിക്കും. വീട്ടിൽ ദേവീ ഭാഗവതം രാമായണമുള്ളവരും സന്തോഷമുണ്ട്. കുറച്ച് കൂടുതൽ ആൾക്കാരുടെ കൈപൊക്കി. ദേവീ ഭാഗവതം ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ദേവീ ഭാഗവതം അടുത്ത ദിവസം എടുത്താൽ മുട്ടക്കുളത്തമ്മയുടെ കുടുംബത്തിലുള്ളവർക്ക് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. വേറൊരു ദിവസം, ഇനിയൊരു ദിവസം നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രഭാഷണമല്ല, ഒരു സത്സംഗം നടത്താം. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരും, എൻ്റെ സംശയങ്ങൾക്ക് നിങ്ങൾ മറുപടി തരണം. ഒരു ദിവസം കമ്മിറ്റിക്കാരോട് പറഞ്ഞ് ഞാൻ വരാം. നമുക്ക് ഉച്ചക്ക് ഊണും ഒക്കെ റെഡിയാക്കി ഒരു ദിവസം ഇരിക്കാം. വേണ്ടേ? അതാ വേണ്ട? അതാ റിമി ടോമിയുടെ ഗാനമേള മതിയോ? എന്തിന് വിനീത് ഭട്ടിന്റെ പ്രഭാഷണം? റിമി ടോമിയുടെ ഗാനമേള ഉണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണ് ഇവിടെ നിന്ന് പാടുകയും ചെയ്യും, ഡാൻസ് ചെയ്യുകയും ചെയ്യും. എൻ്റെ ഭർത്താവും ആങ്ങളെയും കൂടെ അവിടെ കിടന്ന് ടീം വെക്കും. അല്ലേ? സാധാരണ ക്ഷേത്രത്തിൽ ഗാനമേള നടത്തുന്നത് അതുവരെ മിത്രങ്ങളായിരുന്നവരെ ആ ഗാനമേള കഴിഞ്ഞ് ശത്രുക്കളാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷേത്രത്തിൽ പ്രഭാഷണം വെക്കുന്ന ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം കൂടി ഇരിക്കണ്ടേ എല്ലാവർക്കും കൂടെ? നിങ്ങൾ വിളിച്ചാൽ ഞാൻ എപ്പോഴും വരും. മുട്ടക്കുളത്തുകാരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അറിവുള്ളവരാ, എല്ലാ സുന്ദരിമാരാ ഇവിടുത്തെ അമ്മമാരും സ്ത്രീകളും ഒക്കെ. അങ്ങനെ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി മേലെ നിങ്ങൾ വിളിക്കുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. എണീച്ചൊന്ന് ചോദിച്ചോ. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ചുമ്മാ ചോദിച്ചോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഇല്ലെങ്കിൽ നിർത്താം. സംശയം ഉണ്ടോ അതുകൂടെ പറഞ്ഞിട്ട് നിർത്താന്ന് വെച്ചിട്ടാ. അപ്പൊ അമ്പലത്തിന്റെ അർത്ഥം പഠിച്ചില്ലേ?
അല്ലെ? അമ്പലം എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചില്ല, അത് മറന്നുപോയി. എല്ലാവരും മറ്റേ അരണബുദ്ധിയാണോ ഇവിടെ ഉള്ളവർക്ക്? കേട്ട ഉടനെ മറക്കുമോ? അപ്പൊ ഭഗവതിക്ക് എത്ര പ്രദക്ഷിണം ചെയ്യാം? അതെങ്കിലും വിജയിച്ചു. അമ്പലം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ല? അമ്പലം, അൻപലായേതി ഇത് അൻപാലയം, സ്നേഹമാണ്. അമ്പലം എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹമേ ഉള്ളൂ. ആ സ്നേഹം ലായം ചെയ്യുന്ന ഇടമാണ് അൻപാലയം, കേട്ടോ. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആദ്യം അമ്മ പറഞ്ഞു എന്നൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞേക്കാം. ഒരു മഹാക്ഷേത്രത്തിൽ പോയാൽ ആദ്യം നമ്മൾ വരുമ്പോൾ തന്നെ ഗോപുരം കാണും. ആ ഗോപുരത്തെ നമസ്കരിക്കണമെന്നാണ്. ശേഷം ഗോപുരം കഴിഞ്ഞ് ക്ഷേത്ര പ്രദേശത്തോട്ട് കിടക്കും. ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പാദമായിട്ടാണ് കാണേണ്ടത് ഗോപുരം. പാദത്തെ നമസ്കരിച്ച് അകത്ത് കയറിയാൽ ഭഗവാന്റെ തൊടയിലൂടെ, കാലിലൂടെയും തൊടയിലൂടെയുമാണ് നമ്മൾ നടക്കുന്നത്. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണുന്നത് എന്താണ്? ദേവന്റെ നട്ടല്ലാണ്. എന്താണ്? കൊടിമരം എന്ന് പറയും. അതിന്റെ മുകളിൽ ആ ദേവന്റെ വാഹനത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. അത് കണ്ടിട്ട് വേണം അവിടെ ഇരിക്കുന്ന മൂർത്തിയാണ് ആരാണെന്ന് അറിയാൻ. ഭദ്രകാളിയാണെങ്കിൽ ആ കൊടിമരത്തിന്റെ മുകളിൽ ആരെ പ്രതിഷ്ഠിക്കും? ഭദ്രകാളിയുടെ വാഹനം എന്താ? സിംഹം. എന്നു മുതൽ ആരാക്കി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഭദ്രകാളിയുടെ വാഹനം ഏതാ? വേതാളം. വേതാളകണ്ഠസ്ഥിതാം. ഇവിടെ ഭദ്രകാളിയാണെങ്കിൽ കൊടിമരത്തിന്റെ മുകളിൽ വേതാളത്തെ വെക്കും, ദേവിക്ക് അഭിമുഖമായിട്ട്. നമ്മൾ ആ ഗോപുരം തൊഴുത് അതിനുശേഷം അകത്ത് കയറി ആ ധ്വജദേവതയുടെ മുകളിലിരിക്കുന്ന വേതാളത്തെ നമസ്കരിച്ച് ആ ധ്വജദേവന്മാരെ നമസ്കരിച്ച് അകത്തോട്ട് കയറി നേരെ ഏത് ദേവനെയും പൂജിക്കുന്നതിന് മുമ്പ് ആദ്യം പൂജിക്കുന്ന ഒരാളുണ്ട്. ആരാണ്? ആ ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ ഒരാളിരിപ്പുണ്ടാവും. അവിടെ നിന്ന് തന്നെ കന്നിമൂല ഗണപതി ഒന്ന് വണങ്ങി ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് അവിടെ 2 ദ്വാസ്തന്മാരുണ്ട്. ദേവതകൾക്ക് 2 ഭടന്മാരെ പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇല്ലേ? അവർ 2 പേരെയും പ്രാർത്ഥിച്ച്, ദേവതയെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ആരംഭിക്കണം. ഞാൻ പറഞ്ഞതുപോലെ പ്രദക്ഷിണം ആരംഭിച്ച് തൊഴുതതിന് ശേഷം അവസാനം നിർമാല്യധാരിയെയും തൊഴുത് വടക്കോട്ടിറങ്ങണമെന്നാണ് മഹാക്ഷേത്രത്തിന്റെ വിധി. വടക്കോട്ടിറങ്ങി പ്രസാദവും മറ്റും കാര്യങ്ങളും വാങ്ങി പുറത്തുപോയി പ്രദക്ഷിണം ചെയ്ത് ഉപദേവന്മാരെയൊക്കെ കണ്ടിട്ട് വേണം പോവാൻ. ഇതാണ് മഹാക്ഷേത്രത്തിന്റെ വിധി, കേട്ടോ. ആ പോകുന്ന വഴിയിലാണ് തീർത്ഥം വാങ്ങേണ്ടത്, ചന്ദനം വാങ്ങേണ്ടത്, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ശത്രുസംഹാരം. ഇവിടെ കൈവട്ടവ ഗുരുതി ഉണ്ടോ? ഇല്ല. എന്താണ് ഈ കൈവട്ടവ ഗുരുതി? ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടക്കുള അമ്മയുടെ മുന്നിൽ ചെന്ന് അവളുടെ കൈ വെട്ടിക്കളയണേ ഭഗവതി, ഒരു കൈവെട്ടാൻ ഗുരുതി നടത്തിയേക്കാം. അതാണോ കൈവെട്ടാൻ ഗുരുതി? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം? കേട്ടിട്ടില്ല. ഗുരുതിന്നേ കേട്ടിട്ടില്ല. അപ്പൊ കൈവെട്ട ഗുരുതി എന്താ? ഇതെന്താണ്? പിടിയെന്നല്ലേ? ഇതുകൊണ്ട് എന്തെങ്കിലും വാരിയാൽ എന്താ പറയണേ? ഇതാ, പുഷ്പം വാരിയാൽ പിടി, ഒരു പിടി പുഷ്പം. നാണയം വാരിയാൽ ഒരു പിടി നാണയം, അല്ലേ? അപ്പൊ ഇതിനെന്താ പറയണേ? കൈവട്ടകം. ഗുരുതി കൂട്ടി വെച്ചിട്ട് ഒരു തളികയിൽ നിന്ന് ദേവിയുടെ മുന്നിലുള്ള വേറൊരു തളികയിലേക്ക് കൈ ഇങ്ങനെ വട്ടകത്തിൽ വാരി ഗുരുതി തർപ്പണം ചെയ്യുന്നതിനെയാണ് കൈവട്ടക ഗുരുതി. തിരുവനന്തപുരം പറഞ്ഞ് തിരുവനന്തപുരം ആക്കിയ പോലെ നമ്മുടെ ഭക്തര് പറഞ്ഞ് തെറ്റിച്ചതാണ് കൈവെട്ടാൻ ഗുരുതി, കൈവട്ടക ഗുരുതി. ഇപ്പൊ ഗുരുതി എന്ന് പദം പോയി, ഗുരുസിയായി. ഗുരുതിയ ഗുകാര രുകാര ദികാരാണ് ഗുരുതി. കൈ വട്ടകത്തിലാക്കി കോരി തർപ്പണം ചെയ്യുന്നതിനെ കൈവട്ടക ഗുരുതി എന്ന് പറയുന്നു. അപ്പൊ എനിക്കൊരു വലിയ സംശയമുണ്ട്. ഇനി ഇവിടെ നോട്ടീസിലൊക്കെ കാണും ഉഷപൂജ, ഉച്ചപൂജ, എതിർത്ത് പൂജ, പന്തീരടി പൂജ. എന്താണ് ഈ എതിർത്ത് പൂജ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എതിർത്ത് പൂജ എന്ന് കണ്ടിട്ടുണ്ടോ നോട്ടീസിൽ? ഇല്ല. പന്തീരടി പൂജ എന്ന് കണ്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. പന്തീരടി പൂജ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് സംഭവം? നമുക്കെല്ലാം പോയി വന്നും പോയിട്ട് നമുക്കറിയാവുന്ന ദീപാരാധനയാണ്. ഞങ്ങൾക്കതേ അറിയാവുള്ളൂ. ദീപാരാധന എന്നും പറഞ്ഞൊരു പൂജയില്ല, അതിന് പ്രാധാന്യവും ഇല്ല. അത്താഴ പൂജയ്ക്കാ പ്രാധാന്യം. ത്രിസന്ധിയെ വരവേൽക്കുവാൻ ഏറ്റവും കൂടുതൽ ദീപാലങ്കാരത്തോടു കൂടി ദേവന് ആരതി കാണിക്കുമ്പോൾ ഒരു ഭക്തന്റെ മനസ്സിൽ അതാണ് ഏറ്റവും വലിയ പൂജ എന്ന് കരുതി
ആ ഭക്തൻ അവിടെ ചെന്ന് സന്തോഷം ഉണ്ടാകുന്നത് കൊണ്ടാണ് ദീപാരാധനയ്ക്ക് പ്രാധാന്യം വന്നത്. സന്ധ്യയെ വരവേക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ദീപാരാധന. അതൊരു പൂജയല്ല, വെറും ഒരു കാഴ്ച മാത്രമാണ്, ദീപകാഴ്ച. അത് കഴിഞ്ഞിട്ടുള്ള അത്താഴപൂജയ്ക്ക് പ്രാധാന്യം. ഇതിപ്പോ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, മൊത്തം ഞങ്ങളുടെ മനസ്സിലെ സങ്കല്പത്തെ തകർക്കാണ്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല. എന്താണ് പന്തീരടി പൂജ? പറയും. 12 മണിയാകുമ്പോൾ കമ്മിറ്റിക്കാർ 12 അടി കൊടുത്തിട്ട് പൂജാരിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പൂജയാണോ പന്തീരടി പൂജ? എതിർത്ത് പൂജ. മേൽശാന്തിയും കീഴ്ശാന്തിയും കൂടെ എതിർത്ത് നിന്നിട്ട് ചെയ്യുന്ന പൂജയാണോ എതിർത്ത് പൂജ? ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ പഴയ കാലത്ത് സമയം അളക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. സൂര്യന്റെ സൂര്യന്റെ കിരണങ്ങൾ ബിംബത്തിൽ പതിഞ്ഞിട്ട് നിഴല് കാണാൻ പറ്റാത്ത സമയത്ത് ചെയ്യുന്ന പൂജയാണ് എതിർത്ത് പൂജ. സൂര്യന്റെ രശ്മി ബിംബത്തിൽ വീണിട്ട് ബിംബം അളന്നാൽ 12 അടിയുള്ളപ്പോൾ ചെയ്യുന്ന പൂജയാണ് പന്തീരടി പൂജ. ഇത് പഴയ സിസ്റ്റമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ? ഇപ്പോഴല്ലേ പുതിയ സിസ്റ്റം. നാഴികയാണോ വിനാഴികയാണോ ആദ്യം ഉണ്ടായത്, അല്ലെങ്കിൽ സെന്റിമീറ്റർ ആണോ അടിയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവില്ല. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ച പോലെയാണ്. ഈ പറയുന്ന പന്തീരടിയും എതിർത്ത് പൂജയും ഈ സിസ്റ്റമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് സെക്കൻഡ്, മണി, മിനിറ്റ് ഒക്കെ വന്നത്. പണ്ടത്തെ പൂജയുടെ സിസ്റ്റം ആയിരുന്നു ഉഷപൂജ. രാവിലെ ഉഷസിൽ ചെയ്യുന്നതല്ലേ അല്ലേ എതിർത്ത് പൂജ? സൂര്യന്റെ കിരണം ബിംബത്തിൽ തട്ടി നിഴല് കാണാൻ പറ്റാത്ത സമയത്ത്, അതാണ് എതിർത്ത് പൂജ. സൂര്യന്റെ കിരണം ബിംബത്തിൽ തട്ടി ആ നിഴലിൽ 12 അടി നീളമുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്തുള്ളതാണ് പന്തീരടി പൂജ. പിന്നെ ഉച്ചപൂജ മധ്യാഹ്നത്തിൽ, പിന്നെ വൈകിട്ട് അല്ലെ സായങ്കാലത്തുള്ള പൂജ, പിന്നെ ദീപാരാധന, അത് കഴിഞ്ഞിട്ട് രാത്രി ചെയ്യുന്നതല്ലേ അത്താഴ പൂജ. ഇതൊക്കെ പൂർവ്വകാല വാക്കുകളാണ്. ഇതൊക്കെ പഠിക്കാതെ നമ്മൾ മനഃപൂർവ്വം മറന്നു. അതോടൊപ്പം നമ്മുടെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളെ നമ്മൾ മറന്നതിന്റെ ഒരു പോരായിക മുട്ടക്കുളത്തുകാർക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം പറയാത്തവര്, എല്ലാം അറിയാം ഒന്നും പറയുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ നവാഹ എത്രാം ദിവസമാണ്? അപ്പൊ ഇന്ന് നവാഹം 3-ാം ദിവസമാണ്. ഇന്ന് കുമാരി പൂജയാണ് അല്ലേ? ദിവസമുണ്ട്. വളരെ ശ്രേഷ്ഠല്ലേ? ആ കുട്ടികൾക്ക് ചുമ്മാ വേദിയിൽ വിളിച്ചിരുത്തി കുമാരി പൂജ നടത്തി പായസം കൊടുത്ത് വിടരുത്. എന്തിനാണ് കുമാരി പൂജ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ? ദമ്പതി പൂജ നടത്തുന്നു, അവർക്ക് എന്തിനാണ് ദമ്പതി പൂജ എന്ന് പറഞ്ഞു കൊടുക്കണം. ആരാണ് ദമ്പതികൾ എന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്നും പറഞ്ഞു കൊടുക്കാതെ ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം ആ കുട്ടികൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അറിഞ്ഞു വളർന്നാൽ മാത്രമേ അവരുടെ തലമുറകൾക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി സംശയമൊന്നുമില്ലല്ലോ. മുട്ടക്കുളത്തുകാരെല്ലാവരും ഒറ്റക്കെട്ടല്ലേ ഈ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അല്ലേ? ഇനിയിപ്പോ എത്ര രൂപയുടെ കുറവുണ്ട്? 1 കോടി രൂപയുടെ ചെറിയ 1 കോടി രൂപയുടെ കുറവേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുപിടിച്ച് തീർക്കാൻ പറ്റിയല്ലേ? എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പൈസയൊക്കെ 10-25 ലക്ഷം രൂപയൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്കും പറ്റില്ലേ? നാണക്കേടാണ്. വേറൊരു നാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് 25 ലക്ഷം രൂപ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് വിളിച്ചു പറയുമ്പോൾ എന്നാ പിന്നെ ബാക്കി ഇവിടെ പുള്ളി ചെയ്യട്ടെ. ആ മനോഭാവം പാടില്ല. വിനീജി 25 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ ഞങ്ങൾ 1 കോടി കൊണ്ടുവരുമെന്ന് എണീറ്റ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. കൊണ്ടുവരണ്ട, പ്രചോദനമാവണം അല്ലേ? നമുക്കൊന്ന് അറിഞ്ഞു പിടിക്കാം. നമുക്ക് അടുത്ത വർഷം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല സ്പോൺസേഴ്സിനെയും നല്ല ഭക്തരെയൊക്കെ കണ്ടുപിടിച്ച് കമ്മിറ്റിക്കാർക്ക് കൊടുക്കാം. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ഞാനും ചെയ്യാം, നിങ്ങളും അതുപോലെ ചെയ്യണം. നമുക്ക് അടുത്ത വർഷത്തെ പ്രതിഷ്ഠയ്ക്ക് ഇതുപോലെ എല്ലാവർക്കും കൂടെ ഇരുന്ന് മുട്ടക്കുളത്ത് അമ്മയുടെ ചരിത്രങ്ങളൊക്കെ പറയണ്ടേ? അത്ഭുതം പറയണ്ടേ? അതാ ശ്രീകോവിലേക്ക് ഇരുന്നാൽ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അത്ഭുതം കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ ജാതിയും മതവും ചിന്തയൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഒന്നല്ലേ? നായരാണ്, ഈഴവനാണ്, പുലയനാണ്, പറയനാണ് അല്ലെ, ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ മുട്ടക്കുളത്തമ്മയില്. അങ്ങനെ പാടില്ല. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു കഥ പറയാം. ഈ 5 വിരലിനെ കുറിച്ചൊരു കഥ പറയട്ടെ. മുട്ടക്കുളത്തുകാരോട് പറഞ്ഞൊരു കഥ. ഈ 5 വിരല് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനാണ് നമ്മളെല്ലാവരും. ജാതിയും മതമൊക്കെ നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി രാജാവ് കണ്ടെത്തിയ തന്ത്രമായിരുന്നു. ഇപ്പോ ചാതുർ പറഞ്ഞും മയാ സൃഷ്ടമെന്നേ നമുക്കറിയാവുള്ളൂ.
ഭഗവാൻ കൃഷ്ണനാണ് ചാതുർവർണ്ണത്തെ ഉണ്ടാക്കിയത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ ഭഗവാൻ ഉണ്ടാക്കിയെന്നാണ് പറയണത്. പക്ഷെ അതിനുശേഷം ഒരു വരിയുടെ ഉണ്ട്, അതാരും പറഞ്ഞില്ല. ഗുണകർമ്മങ്ങളെ ആധാരമാക്കിയിട്ട്, ജോലികളെ ആധാരമാക്കിയിട്ടാണ് ഞാൻ ഈ 4 വർണ്ണത്തെ ഉണ്ടാക്കിയത്, അല്ലാതെ അയിത്തം കാണിക്കാനല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ജാതിയും മതമൊക്കെ മനസ്സിൽ നിന്ന് കളയേണ്ട കാലം കഴിഞ്ഞു. ഇവിടെ വെള്ളം പൊങ്ങിയപ്പോൾ ഇന്ന ജാതിക്കാരനൊന്ന് തിരിച്ചറിഞ്ഞായിരുന്നു? കോവിഡ് വന്നപ്പോൾ ഏതെങ്കിലും ജാതിക്കാരനെ തിരിച്ചറിഞ്ഞായിരുന്നു? ഇല്ലല്ലോ. ഇനി മുല്ലപ്പെരിയാർ പൊട്ടിയാലും ഒട്ടും തിരിച്ചറിയാൻ പോകുന്നില്ല. പൊട്ടില്ല, പൊട്ടാതിരിക്കട്ടെ അല്ലേ? അതിൻ്റെ 3 രാഷ്ട്രീയക്കാരും അത് വെച്ചിട്ട് ഇപ്പൊ കളി. മുല്ലപ്പെരിയാർ പൊട്ടുവന്ന ഒരാള് ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ മുല്ലപ്പെരിയാറിന് പൊട്ടില്ല എന്ന് പറയും. അവർ ഭരണത്തിൽ നിന്ന് പോകും. ഭരണത്തിൽ കയറാൻ വേണ്ടിയിട്ട് മുല്ലപ്പെരിയാറിനെ എടുത്ത് അടുത്ത രാഷ്ട്രീയക്കാർ. ഇവിടെ രാഷ്ട്രീയ തന്ത്രം മനസ്സിലാക്കാത്ത നമ്മൾ മണ്ടന്മാരായ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ 5 വിരലിൽ ഒരിക്കലും ഒരു അഹങ്കാരം ഉണ്ടായി. ഈ ജാതി കോമരങ്ങൾക്കുള്ള മറുപടിയാണത്. ഈ തള്ളവിരൽ പറഞ്ഞു, ഈ 5 വിരലിൽ ഏറ്റവും കേമൻ ഞാനാണ്. കാരണം ഏതൊരു വസ്തു എടുക്കണമെങ്കിലും ഞാൻ ഉണ്ടാവണം. ബാക്കി 4 വിരലുണ്ടായിട്ട് കാര്യമില്ല. ഞാൻ കുലക്കണമെങ്കിൽ, ആയുധം എടുക്കണമെങ്കിൽ, താലി കെട്ടണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ഞാൻ ഉണ്ടാവണം. ഞാനില്ലാതെ ഒരാൾക്കും അനങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് 5 വിരലിൽ കേമൻ ഞാനാണെന്ന് ഈ തള്ളവിരൽ ഒരിക്കൽ തർക്കിച്ചു. അപ്പൊ ചൂണ്ടുവിരൽ പറഞ്ഞു, നീ കേമനല്ല, ഈ 5 വിരലിൽ കേമൻ ഞാനാണ്. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ വരെയും ചൂണ്ടുമർമ്മത്തിൽ നിർത്താൻ കഴിവുള്ള ഞാൻ തന്നെയാണ് കേമൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 4 പേരെയും പരിഹസിച്ചുകൊണ്ട് നടുവിരൽ പറഞ്ഞു, നിങ്ങൾ ആരുമില്ല കേമന്മാര്. കൂട്ടത്തിൽ നടുവിരൽ എന്ന പേരെനിക്കാണ്. ഏറ്റവും ഉയരമുള്ള ഞാനാണ്. എൻ്റെ 2 വശത്ത് ഈ 2 പേരും ഭടന്മാരെ കൂട്ടുണ്ട്. അതുകൊണ്ട് ഞാനാണ് കേമൻ എന്ന് നടുവിരൽ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ മോതിരവിരൽ പറഞ്ഞു, നിങ്ങൾ ആരും കേമന്മാരല്ല, എൻ്റെ പേര് തന്നെ മോതിരവിരൽ എന്നാണ്. സ്വർണമായിക്കോട്ടെ, രത്നമായിക്കോട്ടെ, പഞ്ചലോഹമായിക്കോട്ടെ, ഏതും ആദ്യം കൊണ്ടുവന്നിടുന്നത് എന്നിലേക്കാണ്. അലങ്കാരം ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടുള്ള എനിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ 4 പേരുടെയും തർക്കം കണ്ടപ്പോൾ ചെറുവിരൽ വളരെ സൗമ്യമായി പറഞ്ഞു, എന്തിനു തർക്കിക്കണം? നമ്മൾ 5 പേരും ഒന്നല്ലേ? മുട്ടക്കുളത്ത് പോയി മുട്ടക്കുളത്തുള്ള ഈ സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും മുന്നിൽ നിൽക്കുമ്പോൾ അവർക്കൊരു നമസ്തേ പറയണമെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുവാൻ ഈ കുഞ്ഞനായ എനിക്കല്ലേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അഹങ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ വലുതാണെന്ന് അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ 5 വിരലെന്ന് പറയുന്നത് നമ്മുടെ ഒരു കൈയുടെ ഭാഗമാണ്. ഈ കൈ എന്ന് പറയുന്ന ശരീരത്തിന്റെ ഭാഗമാണ്. ശരീരം എന്ന് പറയുന്ന ഒരു സുമതിയമ്മയുടെയോ ഒരു വിനീത് ഭട്ടിന്റെയോ ഒരു രാധാകൃഷ്ണന്റെയോ ഒക്കെയാണ് അല്ലേ? അപ്പൊ മുട്ടക്കുളത്ത് പോയി നിങ്ങളെപ്പോലുള്ള നല്ലവരെ കാണുമ്പോൾ നമസ്തേ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞൻ വിരലല്ലേ മുന്നിൽ. അപ്പൊ അഹങ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും ചെറിയ ആൾക്ക് ഏറ്റവും പ്രാധാന്യം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇടിച്ചു കുത്തി ദീപാരാധനയ്ക്ക് ഏറ്റവും മുന്നിൽ പോയി നിന്നിട്ട് ശാന്തചേച്ചി ഒരു നിപ്പുണ്ട്, ഞാനാണ് മുട്ടക്കുളത്തമ്മയുടെ ഭക്ത, എന്നെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉള്ളൂ. അങ്ങനെ ശാന്തചേച്ചി അഹങ്കാരമായിട്ട് മുട്ടക്കുളത്തമ്മയുടെ മുന്നിൽ നിൽക്കും. ശാന്തചേച്ചി ആരും ഒന്ന് കൈകൊണ്ടിരിക്കേ കണ്ട. അപ്പൊ എനിക്ക് ജ്യോതിഷം അറിയാലോ. അപ്പൊ ശാന്തയൊക്കെ പോയി മുട്ടക്കുളത്തമ്മയുടെ മുന്നിൽ നിന്നിട്ട് ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്നും പറഞ്ഞ അഹങ്കാരത്തോടെ പ്രാർത്ഥിക്കും. ഏറ്റവും പുറകെ നിൽക്കുന്ന പാവത്തിന് കാണാനേ പറ്റില്ല. ആ പാവം എന്ത് ചെയ്യും? എൻ്റെ മുട്ടക്കുളത്തമ്മേ, ഞാൻ ഈ പുറകിലാണേലും എന്നെ കാത്തോളനെ എന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞ് നിന്നൊക്കെ പ്രാർത്ഥിക്കും. മറ്റവിടെ മുന്നിൽ നിൽക്കുന്ന ശാന്തയമ്മ അഹങ്കാരം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം കിട്ടില്ല. അവിടെ അഹങ്കാരമാണ് മുന്നിൽ. ഏറ്റവും പിന്നിൽ നിൽക്കുന്നയാൾക്ക് നിഷ്കാമ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കും. അപ്പൊ അനുഗ്രഹം നേരെ അങ്ങോട്ട് പോരും. നവഗ്രഹങ്ങൾക്കും മേളിലൊരു ഗ്രഹമുണ്ട്. ഏതാണെന്നറിയാമോ? അത് നവഗ്രഹങ്ങളുടെ മുകളിലൊരു ഗ്രഹമുണ്ട്. ഏതാണത്? അനുഗ്രഹം. ഈ സാധനം നേരെ മുട്ടക്കുളത്തമ്മ ശാന്തമ്മയ്ക്ക് കൊടുക്കില്ല, അവിടെ ഇരിക്കുന്ന ദാക്ഷായണിക്ക് കൊടുക്കും. ശാന്തമ്മ ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. സാധാരണ ഒരു 50 പേരെടുത്താൽ അതിലൊരു ശാന്തകുമാരി അമ്മ ഉണ്ടാവും അല്ലേ? ഒരു മീനാക്ഷി അമ്മയും ശാന്തകുമാരി അമ്മയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് തൊഴാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്ക് തൊഴാൻ പറ്റണേ എന്ന് കരുതി ഒരല്പം ചരിഞ്ഞ് മാറി നിന്ന് തൊഴുതാൽ നിങ്ങൾക്ക് അനുഗ്രഹം നേരിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ക്ഷേത്രത്തിൽ അഹങ്കാരത്തോടു കൂടിയോ ഉച്ചത്തിൽ കരഞ്ഞിട്ടോ ഉറക്കെ ചിരിച്ചിട്ടോ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കരുത്. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എല്ലാവരും ശാന്തമായി പ്രാർത്ഥിക്കണമെങ്കിൽ ഒരാളെ ഇങ്ങോട്ട് വരും, അമ്മ നേരാണ്, ദൈവം നേരാണ്, ലക്ഷ്മി നേരാണ്. അത്രയും പേരുടെയും ഭക്തിയെ മുഴുവൻ
വെറും വെറും നിഷ്കാമമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വിലയില്ലാതാക്കിക്കൊണ്ട് ഒരു വ്യക്തി കിടന്ന് ഒച്ചയെടുത്തിട്ട് അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ നശിപ്പിക്കും. അയാൾക്ക് എന്തെങ്കിലും ഭക്തി ഉണ്ടായിട്ടാണോ? എല്ലാവരും എന്നിലേക്ക് ശ്രദ്ധിക്കണമെന്ന് കരുതിയിട്ട് ഒച്ചയെടുക്കുന്നത്. അത് ഇവിടെ വ്രതം എടുക്കാൻ വരാറുണ്ടോ? ഷഷ്ടി വ്രതം അല്ലെങ്കിൽ വ്രതം എടുക്കാൻ പോകാറുണ്ട് അമ്പലങ്ങളിൽ. ശിവരാത്രി വ്രതം, ഷഷ്ടി വ്രതം. എന്തിനാ പോണേ? രാവിലെ നേരെ കുളിച്ചൊരുങ്ങി പവിത്രമായിട്ട് ഷഷ്ടി വ്രതം എടുക്കാൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകും. ആദ്യം അങ്ങ് പോയിട്ട് സുബ്രഹ്മണ്യ നമസ്തേ നമസ്തേ സുബ്രഹ്മണ്യ. ആദ്യത്തെ കീർത്തനം പരമഭക്തിയായിരിക്കും. ആ കീർത്തനം കഴിയുമ്പോഴാണ് ശാന്തമ്മ കാണുന്നത് കുമാരി ഏറ്റവും വില പിടിച്ച ഒരു സാരിയായിട്ട്, സാരി ഉടുത്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സൈഡിൽ ഇരിക്കണം. പണ്ട് ശാന്തമ്മയുടെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന ആളുടെ മോളാ കുമാരി. ഒട്ടും കഴിവില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടി ഏറ്റവും കൂടിയൊരു സാരി ഉടുത്തിട്ട് സുബ്രഹ്മണ്യ ഭജനത്തിന് വന്നു. അപ്പൊ തൊട്ട് ശാന്തമ്മ ആലോചിക്കും, എന്നാലും ഇവക്ക് ഈ സാരി വാങ്ങാൻ പൈസ ഇടുന്ന. ആ ദിവസത്തെ മുഴുവൻ വ്രതവും ഈ സാരി കൊണ്ടുപോയി. അവിടെ ഭഗവാൻ പോയി, എല്ലാം പോയി. കുമാരിക്ക് എങ്ങനെ സാരി കിട്ടുന്നതായിരുന്നു ശാന്തമ്മയുടെ ചിന്ത, അല്ലേ? ഇല്ല എങ്കിൽ എന്താണ്? ആദ്യത്തെ കീർത്തനം കഴിഞ്ഞിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആളെ കുറ്റം പറയും. അയ്യോ, നീ അറിഞ്ഞു ദിവാകരന്റെ മോള് മറ്റേ രമണിയുടെ മോന്റെ കൂടെ ഒളിച്ചോടി. ഈ ഒളിച്ചോടിയ കഥ പറയാനും കുറ്റം പറയാനുമാണ് നമ്മളെ ക്ഷേത്ര മണ്ഡപം തിരഞ്ഞെടുക്കുന്നത്. എന്തെങ്കിലും ഭക്തി ഉണ്ടോ അതിന്? ഒരു കാര്യമില്ല. നമ്മൾ 50 വർഷം ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമില്ല. ഒരു ദിവസം പോയി നിഷ്കാമ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ 50 വർഷം പോയി കുറ്റം പറയുന്നതിനേക്കാൾ ബലം കിട്ടും. അപ്പൊ അതുകൊണ്ട് സാരി കൊണ്ടുപോകരുത് ഒരാളുടെയും ഭക്തി. നമ്മളെക്കാൾ നല്ല വസ്ത്രം ധരിച്ച് വേറൊരാൾ വന്നാൽ ആ വസ്ത്രത്തിലാണ് ഇങ്ങനെ അടിമുടിയാണ്. ആറ്റുകാലി പൊങ്കാലയ്ക്ക് പോകും പോലെയാണ്. 5 ലക്ഷം സ്ത്രീകളാ പൊങ്കാല ഇട്ടത്. അതുകൊണ്ട് ഞാൻ സ്ത്രീകളെ കാണാൻ പോകുക, പൊങ്കാല ഇടാൻ പോകുകയില്ല, അല്ലേ? പൊങ്കാല എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ളവർക്ക് കാര്യം അറിയില്ല. എല്ലാരും ഇടുന്നു, ഞാനും ഇടുന്നു, ഇത്രയല്ലേ അറിയാവുള്ളൂ പൊങ്കാലയെ കുറിച്ച്. അടിസ്ഥാനപരമായിട്ടൊരു പൊങ്കാല എന്തിനാണെന്ന് അറിയാവോ? ഇല്ല. ശത്രുസംഹാരം അറിയില്ല, കൈവട്ട വിവൃതി അറിയില്ല, ഭഗവതിക്ക് എത്ര പ്രദക്ഷിണ അറിയില്ല. അപ്പൊ പിന്നെ ഒട്ടും പൊങ്കാല അറിയില്ല, ഉറപ്പല്ലേ? കമ്മിറ്റിക്കാർ പറഞ്ഞു മൊത്തം മണ്ടന്മാരാ ഞങ്ങളുടെ നാട്ടുകാർ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഇപ്പൊ ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞു ഒരാൾക്കും ബുദ്ധിയില്ല, അങ്ങനെ പറയിപ്പിക്കണം. അപ്പൊ നമുക്ക് സത്സംഗങ്ങൾ വെച്ച് അടുത്ത വർഷം പ്രഭാഷണം നടത്താൻ ഇതുപോലെ ആരെങ്കിലും വന്ന് ചോദ്യം ചോദിച്ചാൽ ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കേണ്ട. അമ്പലം ഞങ്ങൾക്കറിയാം, ക്ഷേത്രം എന്താണെന്നറിയാം, ക്ഷേത്രത്തിൽ സേവാസമിതി എന്തിനാണെന്നറിയാം, പ്രദക്ഷിണം എന്തിനാണെന്നറിയാം, തീർത്ഥം എന്തിനാണെന്നറിയാം, വിളക്ക് എത്തിക്കുന്നത് എന്തിനാണെന്നറിയാം, ജീവിക്കുന്നത് എന്തിനാണെന്നറിയാം, മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ അർത്ഥം അറിയാം. എല്ലാം ഞങ്ങൾക്ക് അറിയാമെന്ന് പറയണ്ടേ? നമുക്ക് അടുത്ത വർഷം പറയാന്നേ. ഞാൻ നിങ്ങൾ കൂടെ കാണാൻ വരാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, കേട്ടോ? അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കൂടുതൽ സമയമെടുത്താൽ ഉച്ചക്കുള്ള ഒരു ഭക്തിയുണ്ട്. നമുക്ക് ഉച്ചക്ക് മാത്രം ഹിന്ദുക്കൾക്കുള്ള ഒരു ഭക്തിയുണ്ട്. അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ എന്നെ കല്ലുവെച്ചറിയും. ഉച്ചക്കുള്ള ഭക്തി എന്താ, അല്ലേ? ഉച്ചക്ക് മാത്രമുള്ള ഒരു ഭക്തിയുണ്ട്. സപ്താഹ ആയാലും നവാഹ ആയാലും കല്യാണമായാലും. കല്യാണം കണ്ടിട്ടുണ്ടോ? 10 മുതൽ 10:30 വരെ മുഹൂർത്തം. 10:30 ഇങ്ങനെ ഇരിക്കും കസേരയിൽ. പൂജാരി താലി വിട്ടു എന്ന് പറഞ്ഞ് താലി നേരെ പെണ്ണിന്റെ കഴുത്തിലേക്ക് വെക്കുന്ന സമയം നമ്മൾ ഇവിടുന്ന് നീച്ച് സദ്യാലയത്തിലേക്ക് ഓടും. കല്യാണം കാണാൻ പോകണമല്ല. കല്യാണം എന്തെന്നറിയില്ല, കല്യാണത്തിന്റെ പവിത്രത എന്തെന്നറിയില്ല. വിവാഹം നടക്കുമ്പോൾ ആ വധൂവരന്മാരെ നമ്മളെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുമ്പോഴാണ് വിവാഹം എന്ന മംഗളകർമ്മത്തിന്റെ പൂർണ്ണത എന്ന് ഹിന്ദുവിന് അറിയില്ല. ഒരു പള്ളിയിലാണെങ്കിൽ പള്ളിയിലെ പാതിരി മുഴുവൻ സമയവും നിന്ന് കീർത്തനവും പ്രാർത്ഥനയും ചൊല്ലി അവരുടെ നിയമവും പറഞ്ഞ് സകലതും പറഞ്ഞ് കേട്ടും കഴിഞ്ഞ് പെണ്ണിനെയും പിള്ളേരെയും സകലരെയും വെളിയിലാക്കി കഴിഞ്ഞിട്ടേ ഭക്ഷണമുള്ളൂ, അല്ലേ? അമ്പലത്തിൽ ഉച്ചക്ക് മാത്രമേ ഭക്തിയുള്ളൂ. നവാഹാണെങ്കിൽ ചൊല്ലുന്ന ആചാര്യനും ഉണ്ടാവും, മേൽശാന്തി ഉണ്ടാവും, പ്രസിഡന്റും കാണും. സപ്താഹാണെങ്കിൽ ഇത് തന്നെ. 50 വർഷം സപ്താഹം നടത്തിയാലും ഉച്ചക്ക് മാത്രമേ ഭക്തജനങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ക്ഷേത്രത്തിൽ അന്നദാനം എന്ന പദം വെക്കരുത് നോട്ടീസിൽ. തെറ്റല്ലേ അത്? ദാനം ആർക്കാണ് കൊടുക്കേണ്ടത്? ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴേ ദാനാവുള്ളൂ, അല്ലേ? ക്ഷേത്രത്തിൽ നടത്തുന്ന സദ്യ കഴിക്കുന്നത് ആരാ? ബെൻസിലും BMW വരും, അത്യാവശ്യം സമൂഹത്തിൽ നിലയുള്ളവർ വരും. അപ്പൊ അത് അന്നദാനമാണോ? അല്ല, അന്നപ്രസാദമാണ്. അമ്മയുടെ സന്നിധിയിൽ വെച്ച് വിളമ്പുന്ന ഏതൊരു ഭക്ഷണവും പ്രസാദമാണ്. അപ്പൊ അതുകൊണ്ട് കമ്മിറ്റിക്കാർ ശ്രദ്ധിച്ചോളണം. അടുത്ത വർഷം മുതൽ നോട്ടീസിൽ ഭരണസമിതി എന്ന് പാടില്ല, തെറ്റാണ്, സേവാസമിതി ആക്കണം. അന്നദാനം എന്ന പദം ഉപയോഗിക്കരുത്. പകരം അന്നപ്രസാദമായിരിക്കണം. പ്രസാദമായാൽ പാമരനും പണക്കാരനും ഒക്കെ കഴിക്കാം.
പാവപ്പെട്ടവനും പണക്കാരനും ധർമ്മക്കാരനും ഒക്കെ കഴിക്കാം. അന്നദാനമാണെങ്കിൽ ഇല്ലാത്തവന് കൊടുത്താലേ ഉള്ളൂ. ഇവിടെ ഇല്ലാത്തവനാണോ കഴിക്കുന്നത്? ഇല്ലാത്തവൻ വെളിയിൽ നിൽക്കേണ്ടി വരും. ആദ്യം ഉള്ളവൻ കഴിച്ചിട്ട് മതി എന്ന് പറയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് അന്നപ്രസാദമാക്കണം. ഇത് ശ്രദ്ധിക്കണം. ഇനി മറ്റു ചടങ്ങുകൾ എന്തുണ്ട്? അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ ആരെയും വിഷമിപ്പിച്ചോ ബോറടിപ്പിച്ചോ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ബോറടിച്ചില്ല ഒന്ന് കൈമുട്ടിക്കൊള്ളാം. കുറച്ചു പേർക്ക് ബോറടിച്ചെന്നു. അപ്പൊ അല്ല, കുറച്ചു പേര് ചുമ്മാ കൈപൊക്കിയൊക്കെ അങ്ങനെ കുറെ നേരം നിന്ന് സംസാരിച്ചല്ലേ. എന്റെ പേരറിയാവോ? വിനീത് ഭട്ട് എന്നാണ്. നാട് വൈക്കമാണ്. പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഹൈദരാബാദാണ്. പക്ഷെ എല്ലാ മാസവും കേരളത്തിലുണ്ടാവും. ധാരാളം ക്ഷേത്രങ്ങളുടെ തന്ത്രമുണ്ട് എനിക്ക്. ഇവിടെ ആറ്റിങ്ങലുണ്ട്. കേരളത്തിൽ ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലുണ്ട്. ആലപ്പുഴ ജില്ലയിലുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ട് ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടം ക്ഷയിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങളെയൊക്കെ പുനരുദ്ധരിക്കാൻ വേണ്ടി അവിടുത്തെ ഒരാളായിട്ട് പോയി കൂടെ അങ്ങ് നിൽക്കും. എൻ്റെ ക്ഷേത്രം എന്നാണ് കരുതുന്നത്. എവിടെ പോയാലും ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ ക്ഷേത്രമാണെന്ന് കരുതി കൂടെ നിൽക്കാറുണ്ട്. ഇന്നുവരെയും അങ്ങനെ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. ഈ ചെറുപ്രായത്തിൽ ഇന്ത്യയിൽ അത്യാവശ്യം എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള മുഖ്യമന്ത്രിമാരുടെ പേഴ്സണൽ ജ്യോതിഷനാണ്. ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ കുടുംബ ജ്യോതിഷനാണ്. അതെനിക്ക് ദേവതകൾ തന്ന അനുഗ്രഹമാണ്. പിന്നെ കുറച്ചുകൂടെ സൗന്ദര്യത്തോടു കൂടി പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ സിനിമാക്കാരുടെയും പേഴ്സണൽ ജ്യോതിഷനാണ്. അതൊരു സൗന്ദര്യമുള്ള മേഖലയാണല്ലോ. ഇപ്പൊ അതും പറയാൻ പറ്റില്ല. ഏതോ ഒരു ഗോൾഡിന്റെ പേരിലുള്ള കമ്മിറ്റി വന്നിട്ട് ഇപ്പൊ മൊത്തം നാണക്കേടാ. ഹേമ കമ്മിറ്റിയോ അങ്ങനെ എന്തോ. അതൊക്കെ വെറുതെയാണ്. മലയാള സിനിമയെ ഒന്ന് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് ക്ഷുദ്ര ശക്തികൾ കയറിയതാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ഒന്ന് ഉയർന്നു വരട്ടെ. ഇതുവരെ കയറാത്ത ആളും കയറിയിട്ട് ഭരണത്തിൽ കയറാൻ വരും. ഇപ്പൊ കഷ്ടപ്പെടാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ കയറി ഇവരെയൊക്കെ കുറ്റം പറഞ്ഞ് ഇറക്കിവിടാൻ ഇനി ആൾക്കാർ വരും. അത് ഹിന്ദുവിന്റെ മാത്രം ഒരു സ്വഭാവമാണ്. അത് മുട്ടക്കുളത്തുണ്ടാവരുത്. നിങ്ങളെല്ലാവരും മുട്ടക്കുളത്തമ്മയുടെ മക്കളായിരിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അധിക പ്രസംഗമായെങ്കിൽ ക്ഷമിച്ചേക്കുക. കുറച്ച് വയ്യാഴിക ഉള്ളതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ വരാത്തത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ തീപ്പരിയാണ്. ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ട് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.